പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണാം, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം നൽകുവാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. വേഗം വരുന്ന കർത്താവിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു നിർത്തിയത് റാപ്ചർ, അതിനുശേഷം നമുക്ക് വരുന്ന വ്യത്യാസം. വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. ഇടയ്ക്ക് ഞാൻ അല്പം കട്ടി കുറച്ചൊരു കാര്യം പറഞ്ഞത് പലരും തെറ്റിദ്ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. രൂപാന്തരപ്പെടും. കർത്താവിന്റെ കാഹളത്തിൽ ആവശ്യമില്ലാത്ത കണ്ട കണ്ണ് രൂപാന്തരപ്പെടത്തില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആവശ്യമില്ലാത്തത് കേട്ട ചെവി രൂപാന്തരപ്പെടത്തില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആവശ്യമില്ലാത്തത് പറഞ്ഞ നാവ് രൂപാന്തരപ്പെടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു ശകലം കട്ടി കുറഞ്ഞ് പറഞ്ഞു വെച്ചതാ. എന്നാൽ തീർത്തങ്ങ് പറയാം, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം. 1 കൊരിന്ത്യർ 3:16. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ ലോകത്തിൽ ആരോഗ്യത്തോടെ നിൽക്കുമ്പോൾ ആവശ്യമില്ലാത്തത് കാണുകയും ആവശ്യമില്ലാത്തത് പറയുകയും ആവശ്യമില്ലാത്തത് കേൾക്കുകയും ചെയ്യുന്ന ശരീരം രൂപാന്തരപ്പെടാൻ ബുദ്ധിമുട്ടാണ്. വിശുദ്ധിയെ തികച്ച് തന്നെ നമ്മൾ നിൽക്കണം. ആന്റിക്കാപ്പായിട്ടൊരു മണവാട്ടി അവിടെ വരത്തില്ല, സംഗതി നടക്കത്തില്ല. വളരെ ശ്രദ്ധിച്ച് നമുക്ക് ജീവിക്കാം. നമുക്ക് നോക്കിക്കേ, സാത്താൻ ഈ ലോകം ഭരിക്കും, ഇത് കുട്ടിച്ചോറാകും. ഞാനതെല്ലാം ഇവിടെ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ നിൽക്കും, സാറ്റലൈറ്റ് നിൽക്കും, ഒന്നും സംഭവിക്കത്തില്ല. ഇവിടെ എന്ത് നടന്നെന്ന് അവിടെ അറിയത്തില്ല. ആകാശച്ചുരുള് മാറും, സൂര്യൻ ഇരുണ്ടുപോകും, കമ്മ്യൂണിക്കേഷൻ നിൽക്കും, ടെലിഫോൺ, സഗതി എല്ലാം താഴെ പോകും. ഹല്ലേലൂയ. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി വരുന്നു. അതാണ് റാപ്ചർ. ഒരുത്തർക്കും, ഒരു ഭരണാധികാരിക്കും, ഒരു ബുദ്ധിജീവിക്കും, ഒരു ശാസ്ത്രത്തിനും പ്രവർത്തിച്ചുകൂടാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ മാസത്തിൽ ചെന്നൈയിൽ വെള്ളപ്പൊക്കമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. വൈദ്യുതി നിലച്ചു. ഹോസ്പിറ്റലിലെ ICUവിൽ കിടന്ന 18 പേരാണ് മരിച്ചത്. കാരണം വൈദ്യുതി ഇല്ല. അങ്ങനെ ഒരു കൊച്ചു ചെന്നൈ മാത്രം വെള്ളം പൊങ്ങി. അവിടെ വീടിന്റെ മേളിൽ ആളുകൾ ഇങ്ങനെ കൈയും പൊടിച്ച് നിൽക്കുക, മിലിറ്ററി കൊടുക്കുന്ന ഭക്ഷണ പൊതിക്കെ. അത് ഒരു പട്ടണത്തിലാണെങ്കിൽ ഈ ലോകം മുഴുവൻ ആ വിധത്തിൽ വരുമ്പോൾ ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി. അന്നേരം ഉണ്ടല്ലോ ഞാനും നിങ്ങളും സ്വർഗത്തിൽ. നമുക്ക് 7 വ്യത്യാസം. അതിൽ 5 ഞാൻ പറഞ്ഞു. 1, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. Our body will transform. We will get a best glorious body. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുവാൻ അവനോട് സദൃശ്യന്മാരാകും. കഴിഞ്ഞ പ്രാവശ്യം എന്റെയും നിങ്ങളുടെയും പാപത്തെ മാറ്റാൻ ദൈവം ജഡമെടുത്ത് നമ്മളെ പോലായെങ്കിൽ അടുത്ത പ്രാവശ്യം ആ കർത്താവിന്റെ രക്തത്തിൽ വീണ്ടും ജനിച്ചവർ കർത്താവിനെ പോലാകും. റിട്ടേൺ. പ്രൈസ് ദി ലോർഡ്. 2, തേജസ്സിന്റെ ആവരണം കിട്ടും. ആദാമിനും ഹൗവയ്ക്കും 6000 വർഷം മുമ്പേ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ തേജസ് എനിക്ക് നിങ്ങൾക്ക് കിട്ടും. അതാണ് കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ. അവളുടെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ധരിപ്പാൻ വിശേഷ വസ്ത്ര നീതി പ്രവൃത്തി എന്ന് പറയുന്നത് തേജസ്സിന്റെ ആവരണം കിട്ടും. 3, ചെല്ലുമ്പോളെ എൻട്രൻസ് സ്വർണ്ണ കിരീടം. 4, ഇവിടെ പ്രവർത്തിച്ചതിന് തക്കവണ്ണം പ്രതിഫലങ്ങൾ. തേജസ്സിന്റെ വാടാത്ത കിരീടം, പ്രശംസാ കിരീടം, ജീവകിരീടം മുതലായ എല്ലാം നമുക്ക് ലഭിക്കും. 1, ശരീരം മാറും. 2, പ്രൈസ് ദി ലോർഡ്, നമുക്ക് തേജസ് കിട്ടും. 3, സ്വർണ്ണ കിരീടം. 4, പ്രതിഫലങ്ങൾ. 5, നമ്മൾ ചിന്തിച്ചു നിർത്തി പേരുമാറ്റും. ഈ പേരെന്റെ കർത്താവോടെ വിളിക്കത്തിൽ ഇതിനൊരു പ്രസക്തിയില്ല. അതിന്റെ അടയാളമാണ്, അതിന്റെ നിവാദനമാണ്. യാക്കോബിനെ ഇസ്രായേലാക്കി, സാറായിയെ സാറായാക്കി. നമ്മുടെ പേരുമാറ്റം. വാക്യം ഞാൻ പറഞ്ഞതാ. വെളിപ്പാട് പുസ്തകം 2:16. പുതിയ പേര് അത് ഇടുന്ന തമ്പുരാനാ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്ന പോലല്ല, തമ്പുരാൻ ഇടുന്നത്. ഇവിടെ ജീവിച്ചെന്ന് തക്കവണ്ണം ഒരു പുതിയ പേര്. കരങ്ങളെ കുറിച്ച് സ്തുതിച്ചേ. 6ാമത്തെ കാര്യം, ഈ ലോകത്തിൽ കർത്താവ് തിരിച്ചു വരുമ്പോൾ ലൂക്കോസ് 22:28 നിങ്ങളാകുന്നു എന്റെ പരീക്ഷണങ്ങളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് രാജ്യം നിയമിച്ചു തന്നതുപോലെ നിങ്ങൾക്ക് ഞാൻ നിയമിച്ചു തരും. 7 വർഷത്തെ മഹോപദ്രവം കഴിയുമ്പോൾ കർത്താവ് ഞാനും നിങ്ങളും ഒലിവുമലയിൽ വന്നു കഴിഞ്ഞ് അർമഗദോൻ യുദ്ധം കഴിഞ്ഞ് യേശു രാജാവായി ഗബ്രിയേൽ മാലാഖ കന്യക മറിയാമിനോട് പ്രവചിച്ച പ്രവചനത്തിന്റെ നിവൃത്തിയായി യേശു രാജാവാകുമ്പോൾ ഇവിടെ ഭരിക്കാനുള്ളവരാണ് ഇന്ന് ഇവിടെ ഇരുന്നത് കേൾക്കുന്നത്. അതിന്റെ അതോറിറ്റി അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നതാണ്. 6ാമത്തെ പ്രതിഫലം. ലോകം മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്യും.
പ്രൈസ് ദി ലോർഡ്. പണ്ട് മരുഭൂമിയിൽ 20 ലക്ഷം പേരെ കണ്ടീഷൻ ചെയ്തെങ്കിൽ ലോകം മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്യും. വായിക്കാം യെശയ്യാവ് 30:26. അന്നത്തെ ലോകം, 1-2 കാര്യം പറയാം. അന്നത്തെ ലോകം അവിടെ ഭരിക്കാനുള്ളവരായിരിക്കുന്നത്. ഇന്ന് ഈ ഒമാനിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന നിങ്ങൾ ഇതേ ഒമാനിൽ തേജസ്സോടെ നിന്നിട്ട് സെക്കൻഡുകൾക്കകം യെരുശലേമിൽ പോയി തിരിച്ചു വന്ന് ഹല്ലേലൂയ ഇവിടം ഭരിക്കും. വായിക്കാം, വായിച്ചാട്ടെ. യെശയ്യാവ് 30:26. 30:26. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറിപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ, യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണറുകൾ പൊറിപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. ചന്ദ്രന്റെ ചൂടല്ല, അടുത്ത വാക്യം, സൂര്യന്റെ പ്രകാശം, സൂര്യന്റെ ചൂടല്ല, സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. ഈ സൂര്യനെ തട്ടിപ്പൊട്ടിച്ച് ദൂരെ കളഞ്ഞിട്ട് വേറൊരു സൂര്യൻ സൃഷ്ടിക്കും. അതാ 2024 ഈ സൂര്യന്റെ വെടിതീരുമെന്ന് സയൻസ് പറഞ്ഞത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി മറ്റൊരു സൂര്യൻ. അന്ന് യാതൊരു രോഗവുമില്ലാത്ത ലോകം. വായിച്ചാട്ടെ യെശയ്യാവ് 33:24. നോ വൺ വിൽ സേ ഐ ആം സിക്ക്. ഒരെണ്ണം പറയത്തില്ല രോഗമെന്ന്. വായിച്ചാട്ടെ. എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയുകയില്ല. യാതൊരു നിവാസിയും പറയത്തില്ല. അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. അതാണ് യെശയ്യാവ് 65:25. ചെങ്ങായും കുഞ്ഞാടും ഒന്നിച്ചു പാർക്കും. പാല് കുടിക്കുന്ന കുഞ്ഞ് സർപ്പത്തിന്റെ ബോധിങ്കൽ കൈയിടും. കാള എന്ന സിംഹം കാള എന്ന പോലെ വൈക്കോല് തിന്നും. അത്ര സുന്ദരമായ ഒരു ലോകത്തിൽ ഭരിക്കുവാനുള്ള അപ്പോയിന്റ്മെന്റ് മേടിക്കാൻ ആ സ്വർഗത്തിലോട്ട് പോകുന്നത്. അതാണ് 6ാമത്തെ മാറ്റം. 7 ഇവിടെ 666 അടിച്ച് തകർക്കുക സാത്താൻ. പുറകെ ഞാൻ ചിന്തിക്കും. അന്നേരം സ്വർഗത്തിൽ നമ്മുടെ ശരീരത്തിൽ 3 മുദ്ര. സ്വർഗത്തിൽ നമുക്ക് ശരീരത്തിൽ 3 മുദ്ര അടിച്ചു തരും. ഈ ശരീരമല്ല, തേജസ്സിന്റെ ശരീരത്തിൽ 3 മുദ്ര. അതടിച്ചെങ്കിൽ മാത്രമേ പുതിയ യെരുശലേമിൽ കയറാനൊക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പുതിയ യെരുശലേമിൽ പ്രവേശിപ്പിക്കുവാൻ കാന്തയായ മണവാട്ടിക്ക് ഹല്ലേലൂയ 3 മുദ്ര. വായിക്കാം. വെളിപ്പാട് 3:12. വെളിപ്പാട് പലരും വായിക്കണമേ, സമയം വളരെ നമുക്ക് ലാഭിക്കാം. വെളിപ്പാട് ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല, പിന്നെ അവിടുന്ന് പോകത്തില്ല. എന്റെ ദൈവത്തിന്റെ നാമവും. കേട്ടോണം, അടിക്കാൻ പോകുന്ന എന്നാക്കിയാ ദൈവത്തിന്റെ നാമം. കാരണം അറിയാവോ? ബിലോങ്സ് ടു ഗോഡ്, പ്രോപ്പർട്ടി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നാമവും. അടുത്ത വാക്യം, എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും. അവിടെ കയറണമെങ്കിൽ പുതിയ യെരുശലേമിന്റെ നാമം എന്റെയും നിങ്ങളുടെയും നെറ്റിയിൽ. നിങ്ങളുടെയൊക്കെ വീടിന്റെ ഗേറ്റിൽ പേരെഴുതി വെച്ചിട്ടില്ലേ, കോശി മാത്യു എന്നൊക്കെ. ഇതുപോലെ പുതിയ യെരുശലേമിന്റെ നാമം എന്റെയും നിങ്ങളുടെ തേജസ്സിന്റെ ശരീരത്തിൽ. അടുത്തതോ, എന്റെ പുതിയ നാമവും. അത് നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ടല്ലോ. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവേ, കർത്താവ് എന്ന് പറഞ്ഞാൽ രക്ഷകൻ, ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. ഇങ്ങനെ പല പേരാ. യേശു നമ്മുടെ കർത്താവിന്റെ ഒറിജിനൽ പേര് ആർക്കും അറിയാൻ മേല. നോവൺ, ആർക്കും അറിയാൻ മേല. പുതിയ നിയമത്തിൽ തന്നെ 17 പേരുണ്ട്. ഉദയ നക്ഷത്രം, അൽഫ, ഒമേഗ, വചനം, എത്ര പേരുണ്ടെന്നറിയാവോ? എന്നാൽ നമ്മുടെ കർത്താവിനൊരു പേരുണ്ട്. ആ പേര് ഇന്നു വരെ വെളിപ്പെട്ടിട്ടില്ല. അത് എന്റെ നിങ്ങളുടെ ശരീരത്തിൽ അടിക്കും. വായിക്കാം. വെളിപ്പാട് 19:11 വേഗം വായിച്ചേ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷനായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അടുത്ത വാക്യം കേട്ടോണം. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അത് അവനല്ലാതെ ആർക്കും അറിയാൻ മേല. അതൊരു മിസ്റ്ററിയാണ്, അതൊരു മർമ്മമാണ്. ആ നാമം സ്വീകരിക്കാൻ ഉള്ള ശരീരമാണ്. നോക്കിക്കേ, വെളിപ്പാട് 3:12. എന്റെ പുതിയ നാമവും. വായിച്ചേ, റെവലേഷൻ 3:12. എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. 7ാമത്തെ നമ്മുടെ വ്യത്യാസം, നമ്മുടെ ശരീരത്തിൽ ഈ 3 മുദ്രയടിക്കും. 1 ദൈവത്തിനുള്ളത്, ബിലോങ്സ് ടു ഗോഡ്. 2 പുതിയ യെരുശലേമിൽ പ്രവേശിക്കാനുള്ളവർ. 3 ക്രിസ്തുവിന്റെ പുതിയ നാമം, ആർക്കും വെളിപ്പെട്ടില്ലാത്ത നാമം നമ്മുടെ നെറ്റിയിൽ അടിക്കും. അങ്ങനെ 7 വ്യത്യാസം. കരങ്ങളെ കുറിച്ച് സ്തുതിച്ചേ. അടുത്തത് ഇടയ്ക്കാണെന്ന് പറഞ്ഞോട്ടെ, ആർക്കും എന്തും പഠിപ്പിക്കാം, ഏതും ചിത്രീകരിക്കാം. സാത്താൻ ടെക്നോളജി പഠിച്ചവനാ.
എൻ്റെ സ്വയം ഭാഷ പറഞ്ഞാൽ നമ്മൾ ഗ്രാജുവേറ്റ്, അവൻ പോസ്റ്റ് ഗ്രാജുവേറ്റ്. കാരണം അവൻ ജ്ഞാനസമ്പൂർണനാ. അവനോട് പിടിക്കാനാ പരിശുദ്ധാത്മാവെ നൽകുന്നത്. അവൻ പല വിധത്തിൽ ആളുകളെ ട്വിസ്റ്റ് ചെയ്യും. പലരും ഇപ്പോൾ ചിന്തിക്കുന്നു, പറയുന്നു മഹോപദ്രവം കഴിഞ്ഞേ യേശു വരത്തുള്ളൂ, മഹോപദ്രവത്തിന്റെ മധ്യത്തിൽ വരും. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കട്ടെ, മഹോപദ്രവത്തിൽ കൂടേണ്ടവർ കൂടട്ടെ. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന ഒരൊറ്റ വ്യക്തി മഹോപദ്രവത്തിൽ കാണത്തില്ല ഈ ലോകത്തിൽ. ഞാൻ 7 തെളിവുകൾ പറയാം എന്തുകൊണ്ട് മഹോപദ്രവത്തിൽ കാണത്തില്ല. ഒന്ന്, സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ചർച്ച്? ഡിനോമിനേഷൻ അല്ല, സഭ. ചർച്ച് ഈസ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സഭ കർത്താവിന്റെ സ്വകാര്യ സ്വത്താ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. I will build this church on the rock. ക്രിസ്തു പത്രോസാകുന്ന പാറയല്ല, അത് തെറ്റിച്ച് പഠിപ്പിക്കുന്നതാ. ക്രിസ്തു ആകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സ്വകാര്യ സ്വത്ത. നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പബ്ലിക് റോഡുണ്ട്, ഏത് വാഹനവും അതിനകത്ത് കൊണ്ടുപോകാം. എന്നാൽ നമ്മുടെ വീട്ടിലേക്കുള്ള റോഡിൽ കൂടെ, ഡ്രൈവേയിൽ കൂടി നമ്മുടെ കൺസെന്റ് ഇല്ലാതെ ഒരു വണ്ടിയും കയറ്റത്തില്ല. സഭയെന്ന് പറയുന്നത് കർത്താവിന്റെ സ്വകാര്യ സ്വത്ത. അത് പിശാചിന് കയ്യാങ്കളിക്കുള്ളതല്ല. 2, എന്താണ് സഭ? വായിക്കാം, കൊലോസ്യർ 1:18. കൊലോസ്യർ 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. അപ്പൊ സഭ എന്താ? ക്രിസ്തു ശിരസ്, സഭ ശരീരം. ക്രിസ്തു ശിരസ്, ക്ലിയർ കട്ട. സഭ ശരീരം. ആരേലും തല ശരീരത്തിന് പിശാചിന് കൊടുത്തിട്ട് തലയും കൊണ്ട് നടക്കുവോ? അങ്ങനെയാണെ കർത്താവ് രക്തം ഒഴുകണോ? സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ ഒരു ദുർശക്തിക്കും അതിനെ തൊടാനൊക്കത്തില്ല. കർത്താവിന്റെ സ്വകാര്യ സ്വത്താ സഭ. 1, എങ്ങനെ കിട്ടിയതാണെന്നറിയാവോ? കർത്താവ് സമ്പാദിച്ചതാ, പൈസ കൊടുത്തല്ല. അപ്പോസ്തലപ്രവൃത്തി 20:28 നിങ്ങളും ഞാനും ധരിച്ചിരിക്കുന്ന ഓരോ വസ്ത്രങ്ങളും നമ്മുടെ സ്വകാര്യ സ്വത്താ. എൻ്റെ വാച്ച് എൻ്റെ സ്വകാര്യ സ്വത്താ. നിങ്ങളുടെ ഓരോ പ്രോപ്പർട്ടിയും ഹല്ലേലൂയ നിങ്ങളുടെ സ്വകാര്യ സ്വത്താ. അത് എങ്ങനെ കിട്ടി? വായിക്കാം, അപ്പോസ്തലപ്രവൃത്തി 20:28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ. ഇവിടെ വന്നത് സമ്പാദിച്ചത് ഒരു രാജ്യമല്ല, ഒരു ഭൂഖണ്ഡമല്ല, സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ചതാണ് സഭ. ദൈവത്തിന്റെയും ദൈവമക്കളുടെയും ശത്രുവാകുന്ന സാത്താൻ ലോകം ഭരിക്കുമ്പോൾ തന്റെ സ്വകാര്യ സ്വത്ത് കൊടുക്കത്തില്ല. 2, സഭ ക്രിസ്തുവിന്റെ ശരീരം. 3, എന്താണ് സഭ? വായിക്കട്ടെ, എഫേസ്യർ 2:22 നോക്കിക്കേ. എഫേസ്യർ 2:22. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. ആ വാക്യം ശ്രദ്ധിക്കണേ. ദ ഡൾനെസ് ഓഫ് ഗോഡ്. സഭ ദൈവം വസിക്കുന്ന സ്ഥലമാ സഭ. സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ വസിക്കുന്നത് ഒരു ടവറിലല്ല, ദൈവത്തിന്റെ നിവാസമാ സഭ. ഈ രാജ്യത്തെ ഭരണാധികാരി വേറെ എങ്ങും പോയി താമസിക്കത്തില്ല, ഹോട്ടലിൽ പോയി താമസിക്കത്തില്ല. അദ്ദേഹത്തിന് രാജാവാകിയാൽ അദ്ദേഹത്തിന് പാലസ് ഉണ്ട്, അവിടെ താമസിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പാലസിൽ കുറഞ്ഞൊരു പരിപാടിക്കും താമസിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ യഹോവയായ ദൈവം വസിക്കുന്ന കൊട്ടാരമാണ് ഈ ഇരിക്കുന്നതെല്ലാം. ആ കൊട്ടാരത്തിനകത്തോട് സാത്താൻ കയറാൻ സമ്മതിക്കുമോ? ഇത് ദൈവത്തിന്റെ നിവാസമാ, അവന് കിട്ടത്തില്ല. നോക്കിക്കേ, 1, സഭ കർത്താവിന്റെ സ്വകാര്യ സ്വത്ത്. 2, സഭ കർത്താവിന്റെ ശരീരം. 3, ദൈവത്തിന്റെ ഡോൾനസ്. 4, ഏറ്റവും അലങ്കാര ഭാഷ കർത്താവിന്റെ ദാസൻ ആദ്യത്തെ ഇപ്പൊ സന്തോഷ് ഭാഷ പറഞ്ഞു, സഭ ക്രിസ്തുവിന്റെ കാന്ത. അറിയാമല്ലോ, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും കാന്തൻ തന്റെ കാന്തയെ കൊടുക്കുമോ? ലോകത്തിലെ കാന്തനാണ്, അവന്റെ കാന്തയെ വല്ലതും എടുക്കാൻ വന്ന് അവന്റെ പ്ലാൻ മാറും. അപ്പൊ സ്വർഗീയ കാന്തനോ? ലോകത്തിലെ കല്യാണം ആലോചിച്ച ഒരു ചെറുക്കനെ അവന്റെ പെണ്ണിനെയും കൊണ്ടിരുന്ന പോകാൻ വന്നാലുണ്ടല്ലോ, അന്നേരം അവൻ സ്വോത്രം പറഞ്ഞല്ല നിൽക്കുന്നത്, അവനെ തകർക്കും. അങ്ങനെയാണ് സ്വർഗീയ കാന്തനോ? തന്റെ കാന്തയെ വില പറയാൻ പിശാചി വന്നാലുണ്ടല്ലോ, തകർക്കും. കരങ്ങളെ കുറിച്ച് സ്തുതിക്കാം. സഭ ക്രിസ്തുവിന്റെ കാന്ത, പിശാചിന് തൊടാനൊക്കത്തില്ല. 5, പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിൽ എവിടെയാണുള്ളത്? പരിശുദ്ധാത്മാവ് വസിക്കുന്നത് എവിടെ?
ഒരൊറ്റ സ്ഥലം, 2 സ്ഥലമില്ല, only one place. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ശരീരത്തിൽ നമ്മളുടെ ആത്മാവോട് കൂടെ ആ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ മാറിപ്പോകും. 2 തെസ്സലോനിയർ 2:7 അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്, തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്നും മാറിപ്പോകണം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, വർഗീസച്ചാനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ സന്തോഷ് ഭാഷയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ആ ആന്റിയിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നമ്മളെ ഇട്ടേച്ചല്ല, നമ്മളെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകും. 6 വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം പഠിച്ചാൽ 4-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ തിരിച്ചും മറിച്ചും തിരിച്ചും വായിച്ചു. ഭൂമിയിലെ സകല ബാധയും പറയുന്നിടത്തെ സഭയെക്കുറിച്ച് ഒരു പരാമർശമില്ല. 4-ാം അധ്യായം 3-ാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ സഭയെ കാണുന്നത് കുഞ്ഞാടിന്റെ കല്യാണം വന്നത് 19-ാം അധ്യായത്തിലാ. ഇതിനിടയ്ക്ക് ഭൂമിയിലെ കാര്യം പറയുമ്പം സഭയെക്കുറിച്ച് ഒരു പരാമർശമില്ല. ദാറ്റ് മീൻസ് ചർച്ച് വിൽ നെവർ ബി അവൈലബിൾ ഇൻ ദിസ് യൂണിവേഴ്സ്. 7 ദാനിയേൽ പ്രവചനത്തിൽ കൂടി യഹൂദന്മാരോട് പറഞ്ഞു, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. യഹൂദനും യെരുശലേം ദേവാലയത്തിനും 70 weeks has been appointed for your people and the holy city. അതിൽ നിങ്ങൾക്കറിയാം 69 ആഴ്ചവട്ടം തികഞ്ഞു, 483 വർഷം തികഞ്ഞു. എപ്പോൾ? BC 30 അന്ന് തന്നെ അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞ പ്രകാരം കർത്താവായ യേശു കാൽവറിയിൽ യാഗമായപ്പോൾ യഹൂദനോടുള്ള ബന്ധത്തിൽ 483 വർഷം തികഞ്ഞു. ഇനി ഒരു 7 വർഷം കിടപ്പുണ്ട്. അതാണ് മഹോപദ്രവകാലം. അത് ദൈവത്തിന് അവനോട് ഇടപെട്ടവനെ ക്ലീൻ ചെയ്യാനാ, അവർ കുത്തിയവങ്കിലേക്ക് നോക്കാനുള്ളതാ, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ വിലപിക്കാനുള്ളതാ. അന്നേരം സഭ ഇവിടെ കാണാൻ പാടില്ല, സഭ സ്വർഗത്തിൽ. പിന്നെ ആർക്കെങ്കിലും മഹോദരത്തിൽ കുടുങ്ങിക്കോട്ടെ പൊന്നപ്പനെ, നമ്മളാരും കാണത്തില്ല. സന്തോഷമുള്ളത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഭൂമിയിൽ നീ അടുത്ത പറയട്ടെ. ബൈബിള് പഠിക്കുമ്പോൾ കാണാം, ചോര കൊണ്ട് ചായ കുടിക്കുന്നു. ഞാൻ നമ്മുടെ തെളിയിച്ചില്ലേ? രക്തത്തിനകത്ത് കുക്കിംഗ് നടത്തുന്നു. ഇനിയും പുറകെ വരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, വെട്ടുക്കളി വന്ന 5 മാസം തട്ടും. പാതാളത്തിൽ നിന്ന് വരുന്ന കൂളിപ്പട അന്ന് ലോകത്ത് ജീവിക്കുന്നതിനെല്ലാം 5 മാസം കുത്തും. അങ്ങനെ എന്നെ നിങ്ങളെ കുത്തിക്കാനാണോ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങൾക്ക് രക്തത്തിൽ ചായ കുടിക്കാനല്ല, രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട നമ്മൾ സ്വർഗത്തിൽ പോകാനാ. മഹോപദ്രവത്തിൽ ഒരൊറ്റ വിശ്വാസി കാണത്തില്ല. വചനപ്രകാരം ജീവിക്കുന്നവർ കരങ്ങളെ ഓർത്ത് സ്തുതിച്ചാട്ടെ. ബാക്കി നമുക്ക് തുടർന്ന് ചിന്തിക്കാം. എടുക്കുന്നതായിരിക്കും, സ്തോത്ര കാഴ്ച എടുക്കുന്നതായിരിക്കും. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണ് ഇത്. അറിയാം, ഞാൻ പ്രിപ്പയർ ആയിട്ടാണ് എപ്പോഴും നടക്കുന്നത്. എൻ്റെ ബ്രദർ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ വീട്ടിൽ താമസിച്ച ബാച്ചിലറാണ്. ഞാൻ അവിടുന്ന് പോരുമ്പോൾ തന്നെ ഞാൻ ഈരാറ്റുപേട്ടൽ കൺവെൻഷന് ഡിസംബർ 24-ാം തീയതി പ്രസംഗിച്ച് IPC കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം രാത്രിയിൽ വീട്ടിൽ വീണു, BP കൂടി. രാത്രി തന്നെ ഞാൻ വന്ന് ഹോസ്പിറ്റലിലാക്കി. അന്ന് മുതൽ അദ്ദേഹം ഏതാനും ദിവസം ICUവിലായിരുന്നു. പിന്നെ വെളിയിൽ കൊണ്ടുവന്നു. ഒടുവിൽ ഡോക്ടേഴ്സ് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ പരിചരിച്ചുകൊണ്ടിരുന്ന അന്ന് രാത്രി എനിക്കിവിടെ കയറി പോരാതിരിക്കാനൊക്കത്തില്ല. കൺവെൻഷനാണ് എനിക്ക് വലുത്. ഞാനിവിടെ വന്നു. രാവിലെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ മരിച്ചു എന്നാണ്. രക്ഷിക്കപ്പെടാത്ത റിലേറ്റീവ്സ് എല്ലാം വിളിച്ചു പറഞ്ഞു, ടിക്കറ്റ് എടുത്തെങ്കിൽ പോരെ. അപ്പോൾ അവർക്കറിയാവോ കൺവെൻഷൻ എന്നാന്ന്? പ്രൈസ് ദി ലോർഡ്. കൺവെൻഷൻ എന്നാ, മീറ്റിംഗ് എന്നാന്ന് അവർക്കറിയാവോ? പ്രൈസ് ദി ലോർഡ്. ടിക്കറ്റ് എടുത്തെങ്കിൽ പോന്നാൽ പോരെ, വല്ലതും അറിയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവദാസനോടും സെക്രട്ടറി സാറിനോടും പ്രത്യേകം പറഞ്ഞത് ആരും അറിയരുത്, കാരണം ഇത് എനിക്കോടുള്ള ഫൈറ്റാണ്, അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ അറിയിച്ചു. ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് 18-ാം തീയതി തിങ്കളാഴ്ച വരും. ചൊവ്വാഴ്ച എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ബുധനാഴ്ച സെമിത്തേരിയിൽ സംസ്കരിക്കണം. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കാരണം ആ എൻ്റെ ജ്യേഷ്ഠന്റെ സംസ്കാര ശുശ്രൂഷയും നടത്തേണ്ട ആൾ ഞാൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിനുള്ള ബലം തരും. ഇവിടെ വന്ന് നിങ്ങൾ തന്ന എല്ലാ സഹകരണത്തിനും എന്നോട് ചെയ്തതിന് ഞാൻ നന്ദി പറയുന്നു. എല്ലാ വിധത്തിലും എല്ലാ ദൈവമക്കളും സഹോദരന്മാരുടെയും സഹകരണം എനിക്കുണ്ട്. എൻ്റെ ടിക്കറ്റ് പോലും പ്രൈസ് ദി ലോർഡ് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ പ്രിയ ബ്രദർ ബ്ലസന്റെ കൊടുത്തിട്ട് ഒരു സർവീസ് ചാർജ് പോലും മേടിച്ചില്ല. അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാവരും ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് വീണ്ടും കയറി വരാം. 21 കോപത്തിന്റെ ആക്ഷൻ മഹോപദ്രവത്തിൽ ഭൂമിയിൽ നടക്കും. അതിൽ 10-11 ആക്ഷൻ നമ്മൾ ചിന്തിച്ചു. ആദ്യത്തെ 5 ആക്ഷനാണ്: സൂര്യൻ കരിമ്പടം പോലെ കറക്കും, ചന്ദ്രൻ രക്തതുല്യമാകും, നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിക്കും,
പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോകും, എല്ലാ ദ്വീപും മുങ്ങിപ്പോകും. വെളിപ്പാട് 6:12. ആറാമത്തെ ആക്ഷൻ, സൂര്യനില്ലാത്തതിനാൽ ഓക്സിജൻ ഘനീഭവിച്ച്, പ്രൈസ് ദി ലോർഡ്, ഓക്സിജന്റെ ഘടകങ്ങളാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗോൺ, മിഥൈൽ, നിയോൺ, ഹീലിയം ഇതൊന്നും പ്രവർത്തന പദത്തിലല്ലാതെയും ഓക്സിജൻ ഘനീഭവിക്കുമ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായി, ആളുകളുടെ ഇമ്മ്യൂണിറ്റി പോയി. ഓരോരുത്തൻ അകാല വാർദ്ധക്യം ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ, അന്ന് എല്ലാത്തിനും അത് പിടിക്കും. അപ്പൊ നമ്മൾ നിത്യ യൗവനത്തിൽ സ്വർഗത്തിൽ. ഏഴാമത്തെ ആക്ഷൻ പഠിച്ചു നമ്മൾ, വെളിപ്പാട് 8:7. ഒരു കെമിക്കൽ ആക്ഷൻ നടക്കും, മറ്റൊരു സംഭവം നടക്കും. ഏതാ? വെട്ടുക്കിളി കുത്തുമ്പം ചാകാൻ നോക്കിയാൽ ചാകാതിരിക്കാനുള്ള പരിപാടി തമ്പുരാനും ചെയ്തു വെക്കും. 8ാമത്തെ ആക്ഷനാണ്, ഭൂമിയിലെ വെള്ളം മുഴുവൻ 1/3 രക്തമാകും, വെള്ളം കയ്പാകും. മനുഷ്യർ ബ്ലഡിനകത്ത് കുക്ക് ചെയ്യണം, ബ്ലഡിനകത്ത് കാര്യങ്ങൾ നടത്തണം. കയ്പ് വെള്ളം കുടിച്ച ആളുകൾ മരിക്കും. ഇതെല്ലാം കണ്ടത് നമ്മൾ വിശദീകരിച്ചു. 9ാമത്തെ ആക്ഷനാണ്, കലണ്ടർ പോലും റൺ ചെയ്യാനൊക്കാത്ത വിധത്തിൽ ചന്ദ്രൻ 1/3 തകരും. 10ാമത്തെ ആക്ഷനാണ്, ഭൂമിയുടെ അന്തർഭാഗത്തു നിന്നും പാപം ചെയ്ത ദൂതന്മാരെ ആദരിക്കാതെ തകർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും അപ്പല്ലൂവൻ എന്ന പാതാളപടയുടെ നേതൃത്വത്തിൽ ഹല്ലേലൂയ, സിംഹത്തെപ്പോലെയും കുതിരയെപ്പോലെയും സ്ത്രീയെപ്പോലെയും മനുഷ്യനെപ്പോലെയും രൂപമുള്ള ഒരു വസ്തു വന്ന് 5 മാസം കുത്തും. 12ാമത്തെ ആക്ഷനാണ്, ഹോംവർക്ക് തന്നത് ഞാൻ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പലരും കമ്പ്യൂട്ടറിൽ അത് നോക്കിയവരെന്ന് കൈപൊക്കിക്കേ, നോക്കിയവരുണ്ടെങ്കിൽ സ്തോത്രം കണ്ടു കാണുമല്ലോ. 2014 ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ കണ്ണൂരിൽ ഞാൻ അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെ കൺവെൻഷന് പോയി. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര ബഹളം, കരച്ചിലെ, ആളുകൾ വെളിയിൽ വരുന്നില്ല. ഞാൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നു, ഫ്രണ്ട് പേജിൽ അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെ 30 പാമ്പ് 40 മീറ്റർ പറന്നു. പാമ്പ് പറന്നാൽ ആരെങ്കിലും വെളിയിൽ ഇറങ്ങുമോ? അതിശക്തമായ ചൂടായി. എന്നിട്ട് ഞാനും രാത്രി ജനലടച്ചിട്ടു. തുടർന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ചെന്നപ്പോൾ അറിയുന്നു, ലോകത്തിൽ പാമ്പുകൾ പറക്കാൻ തുടങ്ങി. അതാണ് കമ്പ്യൂട്ടറിനകത്ത് കിടക്കുന്ന ഫ്ലൈയിങ് സ്നേക്ക്. അതേ, 2 കോടി കുതിരകൾ പാമ്പിന്റെ രൂപത്തിൽ ലോകത്തിൽ പറക്കും. വായിക്കാം, വെളിപ്പാട് 9:13 മുതൽ സ്പീഡിൽ വായിക്കണം. ആ സംഭവത്തിന്റെ ആരംഭമാണ്, പാമ്പുകൾ പറക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നത്തെ ലോകത്തിൽ. വായിക്കാം. 6ാമത്തെ ദൂതനൂതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6ാം ദൂതനോട്, യുഫ്രാത്തോസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്നയാണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. അടുത്ത വാക്യം, കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. 20,000 means 2 crores, 2 കോടി കുതിരപ്പട. അടുത്ത വാക്യം, ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും തീയെ, അടുത്തത് രക്തനീലവും. ഇന്നത്തെ നിങ്ങൾ ആ ഫ്ലൈയിങ് സ്നേക്ക് ഒന്ന് നോക്കിക്കോണം, തീയുടെ നിറമുണ്ടോ? രക്തനീലവും. അടുത്ത വാക്യം, ഗന്ധക വർണ്ണവുമായ ഗന്ധകത്തിന്റെ കളർ, സൾഫർ കളറിലുള്ള കവചമുണ്ടായിരുന്നു. അടുത്ത വാക്യം, കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. കൺഫ്യൂഷനാ, തല കണ്ടാൽ അതേ സിംഹം, അത് പറക്കുന്ന. അടുത്ത വാക്യം, വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. 3 കാര്യങ്ങളാ. വായിൽ നിന്ന് തീ വരും, സൾഫർ വരും, പുക വരും, ഗന്ധകം വരും, തീ വരും. ഹല്ലേലൂയ, പുറപ്പെട്ടു. അടുത്ത വാക്യം, വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. 1/3, അന്നത്തെ ലോകത്തിലെ 1/3 മരിച്ചു പോകും. അടുത്ത വാക്യം, കുതിരകളുടെ ശക്തി വായിലും ആയിരുന്നു. അടുത്ത വാക്യം, വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. കണ്ടോ, ഇത് പറക്കുന്നതാണ്. സർപ്പത്തെ പോലെ തലയുള്ള പറക്കുമെന്ന് 2000 വർഷം മുമ്പേ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ എഴുതിയെങ്കിൽ, ആധുനിക സയന്റിഫിക്കൽ വേൾഡ്, അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പിന്റെ ഭാഗം, ചൈന, ജപ്പാൻ, കേരളം, ഹല്ലേലൂയ, ഈ സ്ഥലങ്ങളിലൊക്കെ പാമ്പുകൾ പറക്കാൻ തുടങ്ങിയെങ്കിൽ ഹല്ലേലൂയ, അതിന്റെ എണ്ണം യൂഫ്രട്ടീസ് നദിയിൽ നിന്നും ആരംഭിക്കുമെന്നുള്ളതിന്റെ ദൈവശാസ്ത്ര സത്യമെന്ന് സയൻസ് കണ്ട പടം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, എന്റെ തമ്പുരാൻ എന്നെയും നിങ്ങളെയും അതിനു മുമ്പ് സ്വർഗത്തിലേക്ക് എടുക്കും. Praise the Lord.
അടുത്തത് അതാണ് 12ാമത്തെ ആക്ഷൻ. 16ാമത്തെ ആക്ഷന്റെ ലക്ഷണം നിങ്ങൾ കണ്ടോ? ലോകത്തിൽ ഒരു സംഭവം നടന്നു, മലയാളികൾ വായിച്ചു കാണും. കേരളത്തിൽ തീരപ്രദേശങ്ങളിലെ മരങ്ങൾ മുഴുവൻ കത്തിക്കരിഞ്ഞുപോയി. കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലയിൽ 1/2 ഏക്കർ പാഡി ലാൻഡ്, നെൽപ്പാടം എങ്ങനെയാണെന്നറിയാമല്ല, കത്തിക്കരിഞ്ഞു. ആകാശത്ത് നിന്ന് തീ ഇറങ്ങി. അതേ സമയത്ത് ഇത് അമേരിക്കയിൽ സംഭവിച്ചു. ഞാൻ അമേരിക്കയിലുണ്ട നേരം അവിടെയും കത്തി, തെക്കൻ അമേരിക്ക കത്തി. ലോകത്തിൽ പലയിടത്തും തീ ഇറങ്ങി, തീ കാണാൻ മേല, കത്തുന്നു. സംഗതി കത്തിക്കഴിയുമ്പോഴാണ് കാണുന്നത് എന്താ സംഭവം എന്നറിയാമോ? ദൈവം നമ്പുരാൻ നീതിയുള്ള ന്യായാധിപതിയാ, ബുദ്ധിയുള്ള മനുഷ്യനാ, മുന്നറിയിപ്പ് കൊടുക്കുക, നിനക്ക് വരുന്നു. സ്തോത്രം. അപകടത്തിന്റെ റെഡ് ലൈറ്റ് പോലെ തമ്പുരാൻ കാണിച്ചിരിക്കുന്നതാ. 16ാമത്തെ ആക്ഷൻ എന്ന് വായിക്കണം. അതാ സംഭവം. 16ാമത്തെ ആക്ഷൻ വെളിപ്പാട് പുസ്തകം 16ാം അധ്യായം 8ാം വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് 16:8. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. തീ കൊണ്ട് മനുഷ്യനെ ചുടാൻ പോവുക. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കുന്നതല്ലേ നമ്മുടെ സോളാർ സിസ്റ്റം. 8 പ്ലാനറ്റ്സ്. നേരത്തെ 9, ഇപ്പോ 1 അതൊന്നും പറയാൻ, അത് നമ്മൾ നിമിത്താ മാറ്റിയത്. പ്ലൂട്ടോ 2006 തമ്പുരാൻ പറഞ്ഞു മാറടാന്ന് പറഞ്ഞു. കാരണം അതിലൂടെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്, സ്വർഗത്തിലോട്ട് ഉത്തര ഭാഗത്തേക്ക് പോകേണ്ടത് അറിയാമോ? അതുകൊണ്ട് തമ്പുരാൻ പ്ലൂട്ടോയെ മാറ്റിയിട്ട് ഈ 8 ഉള്ളൂ. ഈ പ്ലൂട്ടോ ഉൾപ്പെടെയുള്ള 9 പ്ലാനറ്റ്സിന്റെ ഹീറ്റ് അറിയാമോ? ഹല്ലേലൂയ. ഇൻക്ലൂഡിങ് എർത്ത്, ഫ്രം വേർ ഗെറ്റിംഗ് എർത്ത്, ഹല്ലേലൂയ, ഹീറ്റ് ഫ്രം സൺ. യു നോ ദ ടെമ്പറേച്ചർ ഓഫ് ഓൾ പ്ലാനറ്റ്. പ്രൈസ് ദ ലോർഡ്. ഏറ്റവും ദൂരെ നിൽക്കുന്നവന്റെ പേരാണ് മെർക്കുറി. അതിന്റെ ചൂട് 130 ഡിഗ്രി. നെക്സ്റ്റ് വൺ ഈസ് വീനസ്, അവർ നെയ്ബർ. ഹിസ് പ്രൈസ് ടെമ്പറേച്ചർ ഈസ് 282 ഡിഗ്രീസ്. നെക്സ്റ്റ് വൺ എർത്ത്, including Oman and India. You know, average temperature only 20 degrees. ഭൂമിയുടെ ആവറേജ് ചൂട് 20 ഡിഗ്രിയാ. ഒമാനിൽ 45, ഇന്ത്യക്ക് 33, പാശ്ചാത്യ രാജ്യങ്ങൾ 0.4. ആവറേജ് വരുമ്പോൾ വെറും 20 ഡിഗ്രി ചൂടേ ഈ ഭൂമിക്കുള്ളൂ. ബാക്കി പ്ലാനറ്റിനെല്ലാം നോക്കിക്കേ. നമ്മുടെ അടുത്ത പുള്ളി ആരാന്നറിയാവോ? ചൊവ്വ. അവൻ മാർസ്, അവന്റെ ചൂട് 125 ഡിഗ്രീസ്, 125. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നു ജൂപ്പിറ്റർ, അവന്റെ ചൂട് 140. അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആരാന്നറിയാവോ? യുറാനസ്, 193 ഡിഗ്രീസ്. അതിന്റെ അപ്പുറത്ത് നെപ്റ്റ്യൂൺ, 193 ഡിഗ്രീസ്. അതിന്റെ അപ്പുറത്ത് തമ്പുരാൻ മാറ്റിവിട്ട പ്ലൂട്ടോ 270 ഡിഗ്രീസ്. ഒരേ സൂര്യൻ, 1 സൺ. ഈ 9 പ്ലാനറ്റിന് ചൂട് കൊടുക്കുമ്പോൾ നമുക്ക് മാത്രം എങ്ങനെ ആവറേജ് 20? കാരണം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. അതിന് തമ്പുരാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് മേളിൽ ചെയ്തു. അതാ താഴോട്ട് വരാൻ പോവുക. ഇപ്പം ശാസ്ത്രം പബ്ലിക്കിനെ അറിയിച്ചിട്ടില്ല. അറിയിച്ചാൽ ലോകം ഞെട്ടും. പക്ഷെ നമുക്ക് ദൈവമക്കളോട് പറയാതിരിക്കാനൊക്കത്തില്ല. ഒരു വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഈ ചൂട് ഇങ്ങനെ വരുന്നില്ല? യു ഹാവ് ടു സ്റ്റഡി ത്രൂ യുവർ സയന്റിഫിക്കൽ ബുക്ക്. Why this heat is controlling here? ആകാശം 5 തട്ട്, 5 layers. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, പിടുക്കൻ മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. നെക്സ്റ്റ് വൺ അറിയാൻ മേല? ഗുഡ്. അയണോസ്ഫിയർ. വെരി നൈസ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ ഫ്രീ. സ്ട്രാറ്റോസ്ഫിയർ ഓക്സിജൻ 3, ഭൂമിയുടെ കൊട, അതെല്ലാം കീറിപ്പോയി. 3 മെസോസ്ഫിയർ, സോഡിയം, അത് വേറൊരു പരിപാടിക്ക്. 4 തെർമോസ്ഫിയർ, ഇതുപോലെ ഈ സഹോദരൻ ഉപയോഗിക്കുന്നല്ലേ തമ്പുരാന്റെ വീഡിയോ ക്യാമറ, CMBR. ചാക്കോമത്തായി നല്ല കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. 5ാമത്തേതാണ് അയണോസ്ഫിയർ. എന്താന്ന് കേട്ടോണം. ബൈബിളിലെ വാക്യം നിങ്ങൾ നോക്കിക്കേ. സയൻസ് എന്തോ പറയുന്നു ഭീതിയോടെ. ആകാശത്തിന്റെ 5ാമത്തെ തട്ടായ അയണോസ്ഫിയറിൽ ഇലക്ട്രോണുകൾ ഭാഗികമായി നഷ്ടപ്പെട്ട അയണുകൾ പ്ലാസ്മ അവസ്ഥയിൽ. The electron lost iron on the 5th layer in the condition of plasma. Plasma means sleeping stage. അവിടെ നിന്നും ശ്രദ്ധിച്ചു കേട്ടോണം. പ്ലാസ്മ സ്റ്റേജിൽ നിൽക്കുന്ന അയണുകളിൽ നിന്നും
പ്രത്യേക വിധത്തിലുള്ള തരംഗങ്ങൾ, ഏത് ഇലക്ട്രോണിക് വേവ്സ് ആൻഡ് മാഗ്നറ്റിക്കൽ വേവ്സ് ഡിറൈവ്സ് ടു ദിസ് യൂണിവേഴ്സ്. പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോണിക് തരംഗങ്ങളും മാഗ്നറ്റിക്കൽ തരംഗങ്ങളും അവിടുന്ന് ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വരുമ്പോ കേട്ടോണേ, ഭൂമിയുടെ അടിയിൽ തമ്പുരാൻ ഈ അണ്ടർനീത്ത് ഓഫ് ദ യൂണിവേഴ്സ് 6000 ഡിഗ്രിയിൽ ഇലക്ട്രോണിക് ചാർജുള്ള ദ്രാവകം ഇങ്ങനെ തിളച്ചുമറിയുന്നു. അടിയിൽ 6000 ഡിഗ്രി ചൂടുള്ള വൈദ്യുതി ചാർജുള്ള ദ്രാവകം തിളച്ചു മറിയുന്നത് കൊണ്ടാണ് ഈ ഭൂമി കറങ്ങുന്നത്. അങ്ങനെ കറങ്ങുമ്പോൾ ഈ ഭൂമിക്ക് ജിയോ മാഗ്നറ്റിസം ഉണ്ടാകും. അകത്ത് 6000 ഡിഗ്രി തിളച്ച് കത്തിക്കുമ്പോൾ ഭൂമി കറങ്ങുമ്പോൾ ഭൂമിയുടെ അടിയിൽ ജിയോ മാഗ്നറ്റിസം ഉണ്ടാകും. ആ മാഗ്നറ്റിസം ഇങ്ങനെ മേലോട്ട് വരുമ്പോൾ മുകളിൽ നിന്നും വരുന്ന മാഗ്നറ്റിക് ലെയർ എന്ന് പറയുന്നതിന്റെ പേരാണ്, കേട്ടോണം, മാഗ്നറ്റോസ്ഫിയർ. ആ മാഗ്നറ്റോസ്ഫിയർ ആകുന്ന ഇലക്ട്രോണിക് വേവും മാഗ്നറ്റിക് വേവും വരുമ്പോൾ ഒരമ്മ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഈ ഭൂമിയുടെ അടിയിലത്തെ ജിയോ മാഗ്നറ്റിസം ഇതിനെ ചേർത്ത് പിടിക്കുമ്പോൾ 1.5 കോടി ഡിഗ്രി ചൂടിൽ കത്തുന്ന സൂര്യന്റെ ചൂട് മുഴുവൻ ഈ ഭൂമിക്ക് ടേക്കാതെ മാറിപ്പോകുന്നു. 1.5 കോടി ഡിഗ്രി ചൂടിൽ കത്തുന്ന സൂര്യന്റെ ചൂട് ഭൂമിമേൽ വരുന്നതിന്റെ പേരാണ് സോളാർ ഫ്ലെയർ. അത് ഈ ഭൂമിക്കടിക്കാതെ മാറിപ്പോകാൻ ചെയ്യുന്ന പരിപാടിയാണ് ജിയോ മാഗ്നറ്റിസം. ഈ മാഗ്നറ്റോസ്ഫിയറിനെ പിടിച്ചു നിർത്തുന്നു. തമ്പുരാന്റെ അഡ്ജസ്റ്റ്മെന്റ് കണ്ടോ? എന്നാൽ ശാസ്ത്രം ഭയത്തോടെ ഒരു കാര്യം കണ്ടുപിടിച്ചു. അവർക്ക് കാരണമറിയാൻ മേല. കഴിഞ്ഞ 150 വർഷം കൊണ്ട് അടിയിലത്തെ ജിയോ മാഗ്നറ്റിസത്തിന്റെ തീവ്രത, സീരിയസ്നെസ് 15% പോയി. ഇനിയും അവർ പറയുന്ന കേട്ടോണം, ഒരു 10% കൂടെ പോയാൽ ഈ മേളിൽ നിന്ന് വരുന്ന മാഗ്നറ്റോസ്ഫിയർ ഇങ്ങനെ നിൽക്കത്തില്ല, അത് താഴെ പോകും. കെട്ടിവലിച്ചിരിക്കുന്ന തെങ്ങിന്റെ കമ്പി പൊട്ടുന്നത് പോലെ ജിയോ മാഗ്നറ്റിസം ഇങ്ങനെ നിൽക്കുന്നതിന്റെ തീവ്രത കുറഞ്ഞാൽ മാഗ്നറ്റോസ്ഫിയർ ഉണ്ടാകത്തില്ല. അപ്പോൾ സയൻസ് പറയുന്നു, അന്ന് ഈ സൂര്യന്റെ ചൂട് നേരിട്ട് ഭൂമിയിലേക്ക് അടിച്ചാൽ, ശാസ്ത്രത്തിന്റെ വാക്ക് കേട്ടോണം, അന്ന് ജീവിക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ചെടികളെയും സൂര്യൻ വറുത്തു പൊരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മാഗ്നറ്റോസ്ഫിയർ ലൂസാകുന്നിടത്താണ് ചെടികൾ കത്തുന്നു, നെൽവയൽ കത്തുന്നു, പൂന്തോട്ടം കത്തുന്നു. ലോകത്തിൽ എന്താ തമ്പുരാൻ കാണിക്കുക? ബാക്കി കത്തിയിൽ വെച്ചിരിക്കുക. എന്നാൽ എനിക്കും നിങ്ങൾക്കുവോ, ഹല്ലേലൂയ, എന്റെ പ്രിയൻ നമ്മളെ ഇത് തൊടിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കുന്നു. കരങ്ങളെ ഓർത്ത് സ്തുതിച്ചാട്ടെ. ഇനിയുണ്ട് ആക്ഷൻ. നമ്മുടെ സമയം തീരാൻ പോയെങ്കിലും 1-2 അത്യാവശ്യ കാര്യം പറഞ്ഞിട്ട് വേണം ബാക്കി സമയം ഉണ്ടേ പറയാം. എതിർ ക്രിസ്തു വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം ശരിക്കും വായിക്കണേ, പോരാട്ടമുള്ള വാക്യവാ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും. വളരെ കറക്റ്റ്, തെറ്റിക്കാതെ വായിച്ചു. 10 കൊമ്പും വായിച്ചേ, 10 കൊമ്പും 7 തലയും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. മക്കളെ സ്തോത്രം. താങ്ക് യു ബ്രദർ. കറക്റ്റ് ആയിട്ട് വായിച്ചു. 10 കൊമ്പ് മൃഗത്തിന്, തല 7, രാജമുടി 10. എന്താണ് 10 കൊമ്പ്? നമ്മൾ ചിന്തിച്ചു. റോമൻ സാമ്രാജ്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന യൂറോപ്യൻ യൂണിയൻ, ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്. പറഞ്ഞേ, ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ, 12 രാജ്യം ചേർന്ന് ഫോം ചെയ്തതാ EEC. അതിൽ ബെൽജിയവും ജർമ്മനിയും ESCC 1. ബെനാലക്സ് എന്ന പേരിൽ നെതർലൻഡ് അറിയപ്പെടും. ലക്സംബർഗ് 10 രാജ്യങ്ങൾ. അതാണ് 10 കൊമ്പ്. അടുത്തത് 7 തല, 7 ഭൂഖണ്ഡം, 7 കോണ്ടിനെന്റ് അവൻ ഭരിക്കും. അടുത്തത് 10 രാജമുടി, ബ്രൈഡൽ. രാജമുടി എന്ന് പറയുന്ന വാക്ക് എന്നാന്നറിയാമോ? പല വേഷനുണ്ട്. രാജമുടി, വേറൊരു ഭാഷ ക്രൗൺ, കിരീടം. എന്താന്ന് ചോദിച്ചെന്നാൽ ബ്രൈഡൽ. ഏത് രാജ്യത്തും വിവാഹം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു പെൺകുട്ടിയെ വിവാഹത്തിന്റെ സെറമണിക്ക് കൊണ്ടുപോകുമ്പോൾ അവളുടെ തലയിൽ വെക്കുന്ന വസ്തുവിന്റെ പേരാണ് രാജമുടി, ബ്രൈഡൽ. അത് തലയിൽ വെച്ചുകൊണ്ട് കല്യാണത്തിന് പോയവരായി ഇരിക്കുന്ന വിവാഹിതരായ സഹോദരിമാരെല്ലാരും എന്തിനത് വെക്കുന്നു?
എപ്പോൾ ബ്രൈഡ് ഇതുണ്ടാക്കും? കല്യാണം ആലോചിക്കുമ്പോൾ ഇത് മേടിച്ച് വീട്ടിൽ വെക്കത്തില്ല. കല്യാണം ഉറച്ചാൽ പോലും മേടിച്ചു വെക്കത്തില്ല. വിവാഹത്തിന്റെ തലേ ദിവസം മാത്രമേ ഇത് മേടിച്ചു വെക്കത്തുള്ളൂ. ഇല്ലേ? ഇനി വിവാഹം തിങ്കളാഴ്ചയാണ്, ഞായറാഴ്ച ഇതും വെച്ചോണ്ട് ആരും സഭായോഗത്തിനും പള്ളിയിലും പോകത്തില്ല, മാർക്കറ്റിലും പോകത്തില്ല. ആ പർട്ടിക്കുലർ ടൈമിൽ മാത്രം എന്തിനെ ഇവൾ ഇത് വെച്ചുകൊണ്ട് പോകുന്നു? ബ്രൈഡൽ ഓൾ ഓവർ ദ കൺട്രീസ്. കാരണം ആ വിവാഹത്തിൽ ഒത്തിരി പെണ്ണുങ്ങൾ കാണും. മണവാട്ടിയൊക്കെ സുന്ദരി വേറെ കാണും. അവളെ എല്ലാവരും നോക്കേണ്ടത് ഈ സൂത്രമുള്ള ഇന്നത്തെ ലേഡി എന്ന് അറിയിക്കാനാ. പ്രൈസ് ദി ലോർഡ്. അതിനാ അത് വെക്കുന്നത്. ഇതാ ഇന്നത്തെ പുള്ളിയെന്ന്. അല്ലെങ്കിൽ വല്ല സിനിമാ നടിയും വന്ന എല്ലാം കൂടെ അങ്ങോട്ട് പോകും. എതിർ ക്രിസ്തുവിന് 10 രാജമുടി, സാത്താൻ 7 രാജമുടി. വായിക്കാം വെളിപ്പാട് 12:3. അവന് 7. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീനിറമുള്ള ഒരു മഹാസർപ്പം. പിശാചിന് 7 രാജമുടി. കേട്ടോണം ഏതെല്ലാം? 1, ബോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനും. 2, മനുഷ്യരെ ദൈവത്തിൽ നകറ്റുക. ആരെങ്കിലും ഇവിടെ യോഗത്തിന് വരാനിരിപ്പുണ്ട്, അവന്റെ രാജമുടിയാ വേറെ പരിപാടി കാണിച്ചു കൊണ്ടുപോകും. 3, മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുക, അവന്റെ രാജമുടിയാ. 4, വിച്ച്ക്രാഫ്റ്റ് മന്ത്രവാദം, അവന്റെ രാജമുടിയാ. 5, കൊലോസ്യർ 2:13 ആകാശത്തിൽ അധികാരം. 6 അവന്റെ രാജമുടി സഭയ്ക്കിട്ട് ടോർപ്പിടോ വെക്കുക, എങ്ങനെയും പിന്നിപ്പുണ്ടാക്കാൻ നോക്കുക, അവന്റെ രാജമുടിയാ. 7 രാജമുടി വെളിപ്പാട് 12:10 എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് സ്വർഗത്തിൽ ചെന്ന് അപവാദം പറയുക. ഇതാണ് അവന്റെ രാജമുടി. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ അപവാദം പറയുക. നമ്മുടെ കർത്താവിന് പിശാചിനെ 7 രാജമുടി. നമ്മുടെ കർത്താവിനുണ്ടല്ലോ അനേകം രാജമുടിയാ. വെളിപ്പാട് 19:11. പക്ഷെങ്കിൽ എതിർ ക്രിസ്തുവിന് 10 രാജമുടി. അതിൽ 1-2 രാജമുടിയെ കുറിച്ച് 2-3 ഞാൻ പറയാം. അപ്പൊ ദൈവമക്കൾക്ക് മനസ്സിലാവും. ഈ 10 രാജമുടി റെഡി, ആളിങ്ങി വന്നാ മതി. വിവാഹത്തിന്റെ തലേ ദിവസം ഒരു പെൺകുട്ടിക്ക് ബ്രൈഡൽ ഉണ്ടാക്കി വെക്കുന്നത് പോലെ ഇവന്റെ 10 രാജമുടി റെഡിയാ. 1-ാമത്തെ രാജമുടി നമ്മൾ ആദ്യമേ ചിന്തിച്ചു, 1 വേൾഡ് ഗവൺമെന്റ്. വെളിപ്പാട് 13:7 സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവനെ അധികാരം. 2-ാമത്തെ രാജമുടി റെഡി. എന്താണെന്ന് കേൾക്കണമോ? അന്ന് ജീവിക്കുന്ന സകല ആളുകളോടും അവൻ അവരവരുടെ ഭാഷയിൽ നേരിട്ട് സംസാരിക്കും. മലയാളിയോട് മലയാളത്തിൽ, സായിപ്പിനോട് ഇംഗ്ലീഷിൽ, ജപ്പാൻകാരനോട് ജപ്പാൻ ഭാഷയിൽ. വായിച്ചേ വെളിപ്പാട് പുസ്തകം 13:5. വേറെ എന്തുവാ പറയുന്നെന്ന് അറിയാവോ? നല്ലതൊന്നുമല്ല. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ്. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. അന്ന് അവൻ വേൾഡ് റൂളറാണ്. വേറെ ഒരു മീഡിയേറ്ററും വേണ്ട. അന്ന് ജീവിക്കുന്ന സകല ആളുകളോടും അവൻ നേരിട്ട് സംസാരിക്കും. ഹി വിൽ ടോക്ക് ഡയറക്ട്ലി ടു ദ ഹോൾ നേഷൻസ്. നിങ്ങൾ നോക്കിക്കേ, ഒരു പുതിയ പരിപാടി കണ്ടുപിടിച്ചിരിക്കുന്നു. അതിന്റെ പേരാണ് വോയിസ് ട്രാൻസ്ലേറ്റർ. ഒരു പ്രത്യേക കമ്പ്യൂട്ടർ. ഏഷ്യയിൽ അത് വന്നിട്ടില്ല. അതിവിടെ കൊണ്ടുവന്ന് ഈ പുൽപ്പിറ്റിൽ വെച്ചിട്ട്, കേട്ടോണം, അതിവിടെ കൊണ്ടുവന്നിട്ട് ഈ പുൽപ്പിറ്റിൽ വെച്ചിട്ട് എന്റെ ഈ മൈക്രോഫോണുമായിട്ട് കണക്റ്റഡ് ആക്കി ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്താൽ, അത് ഓൺ ചെയ്താൽ ഞാൻ പറയുന്ന ഈ മലയാളം എന്റെ ശബ്ദത്തിൽ തത്സമയം 215 ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകം മുഴുവൻ കേൾപ്പിക്കും. ഇന്ത്യയിൽ നിന്നും മലയാളം, ഹിന്ദി എടുത്തു കഴിഞ്ഞു, തമിഴും 210 കൂടുതൽ ലാംഗ്വേജ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. 215 ഭാഷകളിൽ ഞാൻ ഈ പറയുന്നത് എന്റെ സ്വരത്തിൽ തത്സമയം, എന്റെ സ്വരത്തിൽ 215 ഭാഷകളിൽ ലോകം മുഴുവൻ എന്തിനത് കണ്ടുപിടിച്ചു? ഹല്ലേലൂയ. എതിർ ക്രിസ്തു വരാൻ സമയമായി, സഭ എടുക്കപ്പെടാറായി. അത് കഴിഞ്ഞ് കണ്ടുപിടിച്ചാൽ ഒക്കത്തില്ല. പിറ്റേ ദിവസം അധികാരം കിട്ടുന്ന അവൻ രാഷ്ട്രത്തോട് പ്രസംഗിക്കും. When he is getting charged, he will talk to the world. എല്ലാ രാജ്യത്തോടും അവൻ നേരിട്ട് സംസാരിക്കും. അതിനു വേണ്ടി വോയിസ് ട്രാൻസ്ലേറ്റർ കണ്ടുപിടിച്ചെങ്കിൽ ദൈവമക്കളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇതിൽ പരം തെളിവ് വേണോ? പ്രധാന രാജമുടി മാത്രമേ പറയാൻ നമുക്ക് സമയമുള്ളൂ. അവൻ നേരിട്ട് സംസാരിക്കും. അടുത്ത രാജമുടി, എല്ലാവരുടെയും ശരീരം അവൻ കൺട്രോൾ ചെയ്യും. അന്ന് ജീവിക്കുന്നവരുടെ ബോഡി അവൻ കൺട്രോൾ ചെയ്യും. അതിനുള്ള സംവിധാനമായി ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളിടത്തിൽ ഓപ്പൺ വിസായ ആർക്കും എവിടെയും പോകാം. മിക്കവാറും രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഫ്ലൈറ്റ്, അതിസുന്ദരമായ ബിസിനസ് ലോകം, 1-ാം തരം ഫ്ലൈറ്റ്, ബെസ്റ്റ് എയർപോർട്ട്. ഏത് എയർപോർട്ടിലും ചെന്ന് നോക്കിക്കേ, 10,000 കണക്കിന് ആളുകളാ. ഡൽഹിയിലോട്ട് വാ, നമ്മുടെ രാജ്യത്തെ
മുംബൈ 10,000-കണക്കിന് ഫോറിനേഴ്സ്. അല്ല, പടിഞ്ഞാറൻ രാജ്യത്തിയല്ലേ, അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞ് എന്തായി കളി, ഇഷ്ടം പോലെ. വേണ്ട, ഞാൻ കൊച്ചു ഭാഷ പറയാം. കേരളത്തിലെ കണക്ക് നിങ്ങൾ ഉൾപ്പെടെ 25 ലക്ഷം മലയാളികൾ ഗൾഫിലുണ്ട്. കേരളത്തിലെ ഒരു സാമാന്യ കണക്കാ. നിങ്ങൾ ഉൾപ്പെടെ 25 ലക്ഷം മലയാളികൾ ഗൾഫിൽ, എല്ലായിടത്തും കൂടെ. പക്ഷെങ്കിൽ ആ കൊച്ചു കേരളത്തിൽ 35 ലക്ഷം അന്യ സംസ്കാരക്കാരുണ്ട്. എല്ലാ ഇന്ത്യക്കാരാ, സംഗതി കൊള്ളാം. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ആർക്കും അറിയാൻ മേല. കേരളത്തിലെ പണികളെല്ലാം വല്ലപ്പോഴും അവധിക്ക് വരുമ്പോൾ കണ്ടോണം. അവിടെ പണിയൊക്കെ ചെയ്യുന്ന ആരാ നോക്കിക്കോണം. ഞങ്ങളുടെ കോട്ടയം പട്ടണത്തിൽ ഞായറാഴ്ച വന്ന മലയാളമില്ല. ക്യാഹേ, കോൻഹേ, കൈസാഹേ, കിത്തനാഹേ. നിങ്ങൾക്ക് ആസാം കാണണോ? ആസാമിൽ പോകണ്ട. വൈകിട്ട് 5 മണിക്ക് ചങ്ങനാശ്ശേരിക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, വായ്പാടം, നീ എന്നാ മതി, ആസാം കാണാം. നിങ്ങൾക്ക് ഒറീസ കാണണോ, ഛത്തീസ്ഗഡ് കാണണോ, എങ്ങും പോകണ്ട, പെരുമ്പാവൂരി എന്നാ മതി, വൈകുന്നേരം നീ എന്നാ കാണാം. എന്താ, ഇതെല്ലാം ഇന്ത്യക്കാരാ, സംഗതി റെഡി. പക്ഷേ ഇത് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നാ ആർക്കും അറിയാൻ മേല. മല്ലപ്പള്ളിയിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി ഒരു ആസാമിലുള്ള ഒരുത്തനെ എടുത്ത് മകനെ പോലെ വളർത്തി. പക്ഷേ പേപ്പറിൽ വന്ന വാർത്ത കണ്ടില്ലേ, ആ അമ്മച്ചിയെ കൊന്നേച്ച ആവരണം കൊണ്ട് അവൻ സ്ഥലം വിട്ടു. ലോകത്തിൽ മുഴുവൻ വേൾഡ് വൈഡ് ഒരു വലിയ ഇഷ്യൂ ആണിത്. അനേകം ആളുകൾ ഇംഗ്ലണ്ടിൽ, ഫ്രാൻസിൽ, യൂറോപ്പിൽ, അമേരിക്കയിൽ ഇതാരാ, എല്ലാം തിരിമറി കാണിക്കാം, പാസ്പോർട്ടിൽ തിരിമറി കാണിക്കാം. അതിനാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏറ്റവും നല്ല മാർഗം എന്നാന്ന് ചോദിച്ചെന്നാൽ ശരീരത്തിനകത്ത് ഐഡന്റിഫിക്കേഷൻ കേൾക്കാം. അതിന്റെ ആദ്യത്തെ നടപടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകത്തിലുള്ള സകല ആളുകൾക്കും അതാത് രാജ്യക്കാർ ഒരു നമ്പർ കൊടുത്തു. അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറയും 10 അക്കമാ. അതങ്ങോട്ട് ഇട്ടാല്, എന്റെ സോഷ്യൽ സെക്യൂരിറ്റി കൊടുത്താൽ എന്റെ കാര്യമല്ല, എന്റെ അപ്പച്ചൻ ജനിച്ച ഡേറ്റ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങൾ ഓർത്തോ എന്തുമാത്രമാണ്, എന്റെ അപ്പച്ചനും അമ്മച്ചും ജനിച്ച ഡേറ്റും അവർ മരിച്ച ഡേറ്റും അതിനകത്തുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ നോക്കിക്കേ, 100 കോടി രൂപ മുടക്കിയ ആധാർ, അതിനകത്തൊരു ഒറ്റ നമ്പരേ ഉള്ളൂ. ആ നമ്പർ കമ്പ്യൂട്ടറിൽ ഇട്ടാൽ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും. ഇത് ലോകത്തിലെ സകല രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പറയുന്ന പരിപാടി, അതിനകത്ത് ഇനി തിരിമറി നടത്താതിരിക്കാൻ ഏറ്റവും നല്ലത് അത് ശരീരത്തിൽ പതിപ്പിച്ചാൽ മതി. മറ്റൊന്ന് മുഴുവൻ കളിപ്പീരുണ്ട്. തന്നെയല്ല, ഈ കാർഡിനകത്തെല്ലാം ഒരുപാട് ടെക്നിക്ക് തെറ്റ പണം ATM കാർഡൊക്കെ കൊണ്ടു നടക്കുന്നില്ലേ. പടിഞ്ഞാറൻ രാജ്യത്തിൽ ചെന്നാൽ കയ്യിലിരിക്കുന്ന കാശ് കാണുകയില്ല. ആ വില്ലന്മാരുടെ ആന്റീന ധരിപ്പിച്ച വേറെ കാർഡിരിപ്പുണ്ട്, ഘടിപ്പിച്ചത്. പാന്റിന്റെ പോക്കറ്റിൽ കൂടെ അവനൊന്ന് പോയാൽ മതി, നിങ്ങളുടെ കാർഡിന്റെ നമ്പർ അവന്റെ കിട്ടും. എല്ലാം എടുത്തോണ്ട് അവരങ്ങ് പോകും. എന്നിട്ട് സ്വതന്ത്രം പറഞ്ഞാലൊന്നും പണി നടക്കത്തില്ല. അതിനാണ് സയൻസ് പറയുന്നത് ശരീരത്തിൽ ചിപ്പ് വെക്കാം. ആ ടെക്നോളജിയുടെ പേരാണ് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിപ്പ് അടിച്ചാൽ, കമ്പ്യൂട്ടറിൽ നമ്പർ ഇട്ടാൽ ഈ ആളിനെ കുറിച്ച് അറിയാം. അങ്ങനെ ഒരു സിസ്റ്റം വരും. തുടങ്ങിക്കഴിഞ്ഞു, ചിപ്പ് പ്ലാന്റിങ് തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ചിപ്പ് നേരത്തെ കൊടുക്കും. ആ ചിപ്പ് എല്ലാവരുടെയും കയ്യിൽ വരും. അതല്ല തെറ്റ്. എതിർ ക്രിസ്തു ഭരിക്കുമ്പോൾ അവൻ പറയും ചിപ്പ് എല്ലാവരുടെയും മുമ്പിൽ നമുക്ക് കിട്ടിയിരിക്കും. അവൻ പറയും എന്റെ നമ്പരാകുന്ന 666 അതിൽ ആദ്യം അടിച്ചിരിക്കണം. വെളിപ്പാട് 13:16. നെറ്റിമേലും കൈമേലും മുദ്രയുള്ളവർക്കല്ലാതെ വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കത്തില്ല. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യയാകുന്നു. അതാകുന്നു 666 എന്ന് പറയുന്നത്. അവന്റെ നമ്പറാണ് 666. സാത്താൻ 6, മൃഗം 6, കള്ളപ്രവാചകൻ 6, 666. അതടിച്ചാൽ ആളിനെ കൺട്രോൾ ചെയ്യാം. തുടങ്ങിക്കഴിഞ്ഞു എങ്കിൽ ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ള ഒരെണ്ണ ഇവിടെ കാണത്തില്ല, എല്ലാം മേലോട്ട് പോകും. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതി ചെയ്യും. അടുത്ത രാജമുടി ഓരോന്നിനും ഓരോന്ന് സീരിയസാ. ചിപ്പ് വെച്ചാൽ വേറെ വിധത്തിൽ ആളുകളെ കൺട്രോൾ ചെയ്യാം. കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക, തീർന്നില്ല, 60% ആയി. ശാസ്ത്രം പറയുന്നു ഒരു ഡോക്ടർ ബ്രില്യന്റ്, അദ്ദേഹം ഡോക്ടറായിട്ട് വരണമെങ്കിൽ കോടിക്കണക്കിന് ഡോളറോ പണമോ വേണം. ഒരു ബെസ്റ്റ് ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഹൂവർ, ഒരു പ്രൊഫസർ, ബ്രില്യന്റ്, മിടുമിടുക്കൻ, എത്ര കോടി രൂപ ചെലവാക്കി പഠിച്ച അദ്ദേഹം. അല്ലെ ഒരു ലോയർ, ഹൂവർ, ഒരു സയന്റിസ്റ്റ്. സയൻസ് പറയുന്നു
70 വയസ്സാകുമ്പോൾ മരിക്കുന്നു. മരിച്ചു കഴിയുമ്പോൾ ഈ എഫിഷ്യൻസി മുഴുവൻ തീർന്നു പോയില്ലേ? വെട്ടിക്കേറി. അത് നഷ്ടമാ. അതിന് പണിയുണ്ട്. കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ഒന്ന് വായിച്ചേ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യം. ഇതൊക്കെ ഞാൻ ധ്യാനിച്ചിട്ട് രാത്രി കരഞ്ഞിട്ട് എന്റെ കർത്താവെ രക്ഷിക്കപ്പെടാത്തവന്റെ ഗതി എന്നാന്ന് ഓർക്കും ഞാൻ. വായിച്ചേ വെളിപ്പാട്. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഒരു പുതിയ പരിപാടി കണ്ടുപിടിച്ചോണ്ടിരിക്കുക. വെളിയിൽ വിടുന്നില്ല. കേട്ടോണം. അതിന്റെ പേരാണ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് മാഗ്നറ്റിക്കൽ ഫ്ലക്ച്വേഷൻ. കയ്യിൽ ചിപ്പ് ഉണ്ടെങ്കിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇതുവരെ പൂർണ്ണമായില്ല. വിജയിക്കാൻ പോവുക. കയ്യിൽ ചിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ കാറിനകത്തെ പെട്രോള് വഴിക്ക് തീർന്നു പോയെങ്കിൽ പുറകെ വന്ന നിങ്ങളുടെ ഫ്രണ്ടിന്റെ ടാങ്കിനകത്ത് നിന്നും ഒരു ഓസിട്ട് വലിക്കുന്നത് പോലെ നമ്മുടെ എഫിഷ്യൻസി മുഴുവൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ന്യൂറോ സിസ്റ്റത്തിലാ. അവിടെയാണ് ഈ എഫിഷ്യൻസി മുഴുവൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിറ്റിൻ, കോളിൻ, ഗാബ, ഗ്ലൂറ്റമിക് ആസിഡ്, ഡോപ്പാമിൻ, ഈ ഇൻഫോറ ടെമ്പറൽ പരിയറ്റൽ കോർട്ടസ് ബ്രോക്ക, ഇവിടെ ഇരിക്കുന്ന മെഡിക്കൽ സ്റ്റാഫ് അവർക്കൊക്കെ അറിയാതെ അതിനകത്തായി സൂത്രമെല്ലാം കയറ്റി വെച്ചിരിക്കുന്നത്. അടുക്കളക്കകത്ത് സാമ്പാറിന്റെ പൊടി വെട്ടി വെച്ചിരിക്കുന്നത് പോലെ ഇൻഫോറ ടെമ്പറൽ പരിയറ്റൽ കോർട്ടക്സ് ബ്രോക്ക 3 ന്യൂറോൺ അതിനകത്തോട്ട് കയറി ചെല്ലുന്നതാ. അസിറ്റിൻ, കോളിൻ, ഗാബ, ഗ്ലൂറ്റമിക് ആസിഡ്, ഡോപ്പാമിൻ, സെറോട്ടിൻ. അതിനകത്താ സന്തോഷ് ഭാഷർക്ക് പ്രസംഗിക്കാനുള്ള കഴിവ്, അതിനകത്ത് അച്ചായന് പ്രസംഗിക്കാനുള്ള കഴിവ്, അതിനകത്തായി സഹോദരന്മാർ പാടാനുള്ള കഴിവ്, അതിനകത്തായി സഹോദരിമാരുടെ പാടാനുള്ള കഴിവ്, അതിനകത്തായി എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവ്. എല്ലാ കഴിവും അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ സയൻസ് പറയുന്നു ചിപ്പുണ്ടെങ്കിൽ ഇത് വലിച്ചെടുക്കാം. ശ്രമിച്ചോണ്ടിരിക്കുക. യൂറോപ്പിൽ തകർത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ബലമെന്ന അന്ന് രക്ഷിക്കപ്പെടാത്തവരൊന്നും അഴുക്കാൾക്കാരല്ല, നല്ലവരൊക്കെ കാണും. പക്ഷെ വചനപ്രകാരം ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് പോയില്ല. വചനപ്രകാരം വീണ്ടും ജനിച്ചിട്ടില്ല, വിശ്വാസ സ്നാനം എടുത്തിട്ടില്ല, അഭിഷേകമില്ല, പോയില്ല. നല്ല ആളുകളാ, സംഗതി കൊള്ളാം. രാവിലെ ജോലിക്ക് പോകുന്ന അമ്മാമയല്ല വൈകിട്ട് വരുന്നത്. രാവിലെ പോകുന്ന അച്ചായനല്ല വരുന്നത്. രാവിലെ പോകുന്ന പുള്ളി നല്ലതാ. അവിടെ ചെല്ലുമ്പളേ ഈ ചിപ്പിനകത്തൂടെ അവന്റെ ആ നല്ലത് വലിച്ചിട്ട് വേറെ ഒരുത്തന്റെ കയറ്റി ഇങ്ങോട്ട് വിട്ടാവുന്ന ഭാവനയെ കണ്ടേ. ഒന്ന് ഭാവനയെ കണ്ടേ. രാവിലത്തെ സഹോദരി നല്ലൊരു സഹോദരിയാ, പോയില്ലെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജോലിക്കലും ഓഫീസിലും ഷോ യുവർ ഹാൻഡ് സങ്കല്പിച്ചേ. ആ ചിപ്പിലോട്ട് ക്ലിപ്പ് അടിച്ചിട്ട് വേഗം അവളുടെ ആ നൽപ്പം കൊണ്ട് കയറ്റിട്ട് പകരം ഒരു വല്ലാത്തവിടെ കയറ്റി വിട്ടാലോ അവൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന 4 കാലും 6 വീലും. മനസ്സിലായോ? അടിമയാക്കിക്കൊണ്ട് പോകുന്നവനെല്ലാം അടിമയാകും. ഈ ടെക്നിക്ക് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണ്ടി? എന്തിനത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു? പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും പ്രോസിലാണ്. യൂറോപ്പിൽ, അമേരിക്കയിൽ അത് വിലക്കി. അതുകൊണ്ട് അവർ നിർത്തി. യൂറോപ്പിൽ രാത്രിയിൽ ഉറക്കമഴിഞ്ഞത് ചെയ്യുക. അതിന്റെ വേറൊരു ഫോമാണ് സൈബോർഗ് ടെക്നോളജി. ഡോക്ടർ കെവിൻ മാർക്കിന്റെ കണ്ടുപിടുത്തമാ. ചിപ്പ് വെച്ച പല പരിപാടി ചെയ്യാം. ദൈവമക്കളെ, എന്റെ കർത്താവിന്റെ കൃപ എത്ര വലുതാ! പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ഈ ചിപ്പ് വരുന്നു. അടുത്തത് 1-2 കൂടെ പറയട്ടെ. അടുത്തത് ഏറ്റവും വലിയ ഗൗരവം. കർത്താവ് എപ്പം വരുമോ നിങ്ങൾ കണക്കൂട്ടിക്കോണം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരായി ഇവിടെ ഇരിക്കുന്നവർ നല്ലൊരു ശതമാനം ആളുകൾ. നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ 4th ജനറേഷൻ. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെല്ലാം ഉപയോഗിക്കുന്ന 4th ജനറേഷൻ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സാ പകുതി പേരെ. നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾക്കറിയാം. മൈക്രോ പ്രോസസർ നിലവിൽ വന്നപ്പോൾ 4th ജനറേഷൻ. ഇപ്പൊ 4th ജനറേഷൻ 2024-നും 25-നും ഇടയ്ക്ക് നോക്കിക്ക് എല്ലാം ചേർന്ന് വരിക. മുമ്പ് സൂര്യന്റെ കാര്യം പറഞ്ഞു. 2024-നും 25-നും ഇടയ്ക്ക് സൂര്യൻ ഉറങ്ങാൻ പോകും. ഇപ്പോൾ സയൻസ് പറയുന്നു 2024-നും 25-നും ഇടയ്ക്ക് ഞങ്ങൾ 5th ജനറേഷൻ കമ്മീഷൻ ചെയ്യാം. കമ്പ്യൂട്ടറിന്റെ 5ാമത്തെ തലമുറ 2016-ൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു 8 വർഷം കഴിയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ 5ാമത്തെ തലമുറ വരും. അതിന്റെ ഓമന പേരാണ് ബ്ലൂ ബ്രെയിൻ. വാസ്തവത്തിൽ 4 തലമുറയിൽ ഇപ്പൊ 4.5 വന്നു. വെളി തരുന്നില്ലെന്നേ ഉള്ളൂ. യൂറോപ്പിലുണ്ട് 4.5 തലമുറ. 4.5 തലമുറ കമ്പ്യൂട്ടറിന്റെ പേരാണ്, ഓമന പേര് ഇർവിങ്. ഫുൾ നെയിം ഇമോഷണൽ റോബോട്ട് വിത്ത് ഇന്റലിജൻസ് നെറ്റ്വർക്ക്. ആ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനൊക്കെ ഒരു സ്ത്രീയുടെ രൂപമാ. അത് ഓൺ ചെയ്താൽ അത് നമുക്ക് ഉമ്മ തരും. അതുകൊണ്ട് അത് പബ്ലിക്ക് കൊടുക്കാത്ത എല്ലാം മേടിച്ചോണ്ട് പോകും. 4.5 തലമുറ നിൽക്കുന്ന യൂറോപ്പ്. അടുത്തത് 5ാമത്തെ തലമുറയുടെ പേരാണ് ബ്ലൂ ബ്രെയിൻ.
950 ജീവിച്ചിരുന്ന ഒരു എഞ്ചിനീയറുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുക. അദ്ദേഹത്തിന്റെ പേരാണ് അലൻ ട്യൂറിംഗ്, ബ്രിട്ടീഷുകാരൻ. അന്ന് അദ്ദേഹം പറഞ്ഞു, കമ്പ്യൂട്ടറിന് ജീവൻ കൊടുക്കാം. ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന് ജീവനില്ല. നിങ്ങൾ ഫീഡ് ചെയ്തതോ വേറൊരാൾ ഫീഡ് ചെയ്തതോ അടിക്കുമ്പം തിരിച്ചു കിട്ടുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ മിണ്ടാതിരി. 2024 കമ്പ്യൂട്ടർ കേട്ടോണം, സ്വയം ചിന്തിക്കും, സ്വയം തീരുമാനിക്കും, സ്വയം കാര്യങ്ങൾ നടത്തും. അതിന്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ ബ്ലൂ ബ്രെയിൻ. അന്നത്തെ കമ്പ്യൂട്ടറിനെ സംസാരിക്കാൻ കഴിവ് കിട്ടും. വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അത് ഇങ്ങോട്ട് ചോക്ക് ചെയ്യും. എന്നാ ചായ താമസിച്ചത്, എന്നാ ചായ ഷേവ് ചെയ്യാഞ്ഞത്, ആരാ? കമ്പ്യൂട്ടർ. അമ്മാമ ഇത് ഇന്നലത്തെ സാരിയാണല്ലോ ഇന്ന് കൊടുത്തത്, ആരാ? കമ്പ്യൂട്ടറിന് ബുദ്ധി കിട്ടും. അതിന്റെ പേരാണ് ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വർഷം പറഞ്ഞു കഴിഞ്ഞു. 2024 25 ഇടയ്ക്ക് കമ്പ്യൂട്ടറിന് ജീവൻ കിട്ടുമെന്ന് സയൻസ് പറയുമ്പോൾ ഒരു ശാസ്ത്രവും ഇല്ലാതിരുന്ന കാലത്തെ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്യം കേട്ടോണം. മൃഗത്തിന്റെ വായിച്ച വെളിപ്പാട് 13:14, വെളിപ്പാട് 13:14. മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ. ഇതിന്റെ ആദ്യത്തെ പടിയ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന് അത് ചിത്രം വരുന്നില്ലേ? വേൾഡ് ന്യൂസ് മുഴുവൻ വരുന്നില്ലേ? ഇപ്പോൾ കയ്യിലിരിക്കുന്ന കമ്പ്യൂട്ടർ ഫോണ്, മൊബൈൽ ഫോൺ ഓൺ ചെയ്താൽ എല്ലാം കാണുന്നില്ലേ? എന്തിനെ? നാട്ടിൽ നടക്കുന്ന ഫ്യൂണറൽ കാണാൻ മേലേ. അപ്പോൾ അന്നത്തെ കമ്പ്യൂട്ടറെ ഓൺ ചെയ്യുമ്പോൾ വരുന്നത് എതിർ ക്രിസ്തുവിന്റെ രൂപം വന്നിട്ട് അവൻ പിശാച ഓരോരുത്തന്റെ പേര് വിളിച്ച് സംസാരിക്കുമ്പോൾ അവന്റെ പഴയ ആഗ്രഹം അവൻ ഇവിടെ നിവർത്തിക്കും. എന്റെ ഇമേജ് തെളിയുമ്പോൾ എല്ലാവരും കൈകൂപ്പി നമസ്കരിക്കണം. പണ്ട് നമ്മുടെ കർത്താവിനോടൊന്ന് പറഞ്ഞതാ, സകലത്തെ സൃഷ്ടിച്ച തമ്പുരാനെ, യേശു തമ്പുരാന്റെ പറഞ്ഞതാ, അഖിലാണ്ടത്തെ ഈ ഗാലക്സികളെ മുഴുവൻ, അൽഫ സെഞ്ചുറി, ആൻഡ്രോമീഡ, മിൽക്കി വേ, വിൽപ്പൂള്, ത്രയാങ്കുലം, സതേൺ പിൻമുലെ, സോംബോറ, സ്പിൻഡുലം, ഇതെല്ലാം ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച തമ്പുരാനെ കോഴഞ്ചേരി കൊലങ്ങമല കാണിച്ചു പറയുക, എന്നെ നമസ്കരിച്ചാൽ തരാമെന്ന്. അപ്പൊ അന്നത്തെ ആളുകളെ വിടുവോ? അവൻ പറയും, കമ്പ്യൂട്ടറിനകത്ത് എന്റെ ഇമേജ് വരുമ്പോൾ നമസ്കരിച്ചില്ലാത്തവരെ കൊല്ലും. എന്റെ ഉള്ള സന്തോഷം കൊണ്ടും തുള്ളുന്നു, ദുഃഖം കൊണ്ടും വിറയ്ക്കുന്നു, കൊല്ലും. അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് ഇമേജ് വരും എന്നുള്ളത് തെളിഞ്ഞു. കമ്പ്യൂട്ടറിന് ജീവൻ കിട്ടാൻ പോകുന്നു, തെളിഞ്ഞു. കമ്പ്യൂട്ടറിന് ജീവൻ കിട്ടാൻ പോവുക. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലൂ ബ്രെയിൻ. അടുത്തത് കേട്ടോ, കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പേരാണ് യൂറോപോൾ. ഇന്റർപോൾ ഒരു സംഘടനയാണ് യൂറോപോൾ. അത് ഈസിയുടെ മാത്രമാ. ഈ രാജ്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇന്ത്യ മുതൽ അമേരിക്ക വരെയുള്ള സകല രാജ്യങ്ങളെയും യൂറോപോൾ ഒരു മുന്നറിയിപ്പ് തന്നു. 2017 മുതൽ സൂക്ഷിച്ചോണം. 2017 മുതൽ ഇന്റർനെറ്റ് മർഡർ നടക്കും. ഒരു വാടക ഗുണ്ടായും വേണ്ട. 2017 മുതൽ ഇന്റർനെറ്റ് കൊലപാതകം നടക്കും. എങ്ങനെ? കമ്പ്യൂട്ടറിനകത്തോട്ട് ഇന്റർനെറ്റ് വഴി വൈറസ് ഹാക്കേഴ്സിനെ കയറ്റിവിട്ടാൽ, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഹാക്കേഴ്സ്, എക്സ്പ്ലോസീവ് ഹാക്കേഴ്സ് കയറിയാൽ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കും. കിഴക്ക് ഇന്തോനേഷ്യ പണ്ട് 2008 തോന്നുന്നു ഒരുത്തൻ ഒരു വൈറസ് കയറ്റി വിട്ടതാ. ലോകത്തിന്റെ എക്കണോമി പോലും തിരിഞ്ഞുപോയി. ഒരുത്തൻ കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് കയറ്റി വിട്ടത്. ഐ ലവ് യു. ഒരുപാട് കമ്പനികളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ പോയി. അതുപോലെ യൂറോപ്പോൾ പറയുന്നു 2017 ഇന്റർനെറ്റ് കൊലപാതകം നടക്കും. കമ്പ്യൂട്ടർ വഴി വൈറസിനെ കയറ്റിവിട്ടാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ചോണം. അതാ ഇന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് എല്ലാം വളരെ വെപ്രാളം പിടിക്കുന്നു. വലിയ പുള്ളികളുണ്ടല്ലോ, ഇപ്പൊ അത് പിന്നെ പേര് ഞാൻ പറയുന്നില്ല, വലിയ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പുള്ളികൾ അവർ നോക്കത്തില്ല, അവർ ക്ലർക്കനെ വെച്ചിരിക്കുക, പോയാവൻ പോട്ടെന്ന്. ദൈവമക്കളെ,
ബൈബിള് പഠിപ്പിക്കുന്നു, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഉടൻ കൊല്ലിക്കും. ബൈബിളും സയൻസും നിങ്ങൾ നോക്കിക്കേ. ഒരു ശാസ്ത്രവും ഇല്ലാഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അമ്മേ മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഉടൻ കൊല്ലിക്കും. വേദപുസ്തകം അത് പറയുമ്പോൾ സയൻസ് പറയുന്നു 2017 പരിപാടി തുടങ്ങും. അങ്ങനെയാണെങ്കിൽ എന്റെ കർത്താവ് എപ്പം വരും? നിങ്ങൾ അവിടെ കൂട്ടിക്കൂ. 2025 ബ്ലൂ ബ്രെയിൻ വരും, സംസാരിക്കുന്ന കമ്പ്യൂട്ടർ വരും. ആണ്ട് വെച്ചവർ പറഞ്ഞു കഴിഞ്ഞു 2015 ഞങ്ങൾ കമ്മീഷൻ ചെയ്യാം. എങ്കിൽ അതിന് 3.5 വർഷം മുമ്പേ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. ഒരൊറ്റ സംഭവം കൂടെ പറഞ്ഞാൽ നിർത്തുക. ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ സമയം ലാഭിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. 6 ദിവസത്തെ മീറ്റിംഗ് അത് ആരാധിച്ച് വേണം പോകാൻ. ചിലരുടെ പേര് ഇന്ന് രാത്രി ജീവപുസ്തകത്തിൽ എഴുതും. എനിക്കറിയാം, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഒരു സംഭവം കൂടെ പറഞ്ഞാൽ നിർത്തട്ടെ. ഇനിയും കർത്താവ് വരാൻ താമസിക്കുന്നു, നിങ്ങൾ നോക്കിക്കോണം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 2 സാക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട്. അവരാരുമായിക്കൊള്ളട്ടെ, അവരെ തൊടാനൊക്കത്തിൽ അവരുടെ വായും തീ വരും. വായിച്ചേ, വെളിപ്പാട് 11:3. അന്ന് ഞാൻ 4-ാം വാക്യം. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം, സംഭവത്തിന്റെ ഗൗരവം കേട്ടോണം. അവർ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. അടുത്ത വാക്യം. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ഒരെണ്ണത്തിന് തൊടാനൊക്കത്തില്ല. അവൻ വാ പൊളിച്ച സിഗരറ്റിന്റെ വിലയല്ല വരുന്നത്, തീ ഇറങ്ങി വരും, ആള് മരിക്കും. അടുത്ത വാക്യം. അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. അടുത്ത വാക്യം. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം അവരുടെ ടാസ്ക് തീർത്ത് കഴിയുമ്പോൾ കേട്ടോണം, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എതിർ ക്രിസ്തു അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. മിലിറ്ററി അവരെ വെടിവെച്ച് കൊല്ലും. അടുത്ത വാക്യം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായ സോദോം എന്നും മിസ്രയീം എന്ന് പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. യെരുസലേമിന്റെ വീതിയിൽ ഈ 2 ഡെഡ് ബോഡി കിടക്കും. അടുത്തത്. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അതിനാണ് ഇന്ന് ഈ കമ്പ്യൂട്ടറിനകത്തും മൊബൈലിനകത്തും ഇന്റർനെറ്റ് കണക്ഷനിൽ വാർത്ത വരുന്നതിന്റെ 2 കാര്യം. ഒന്ന്, അന്ന് ജീവിക്കുന്നവരെല്ലാം ബസ്സേ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പം കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ ഓൺ ചെയ്യുമ്പം ഈ 2 ശവം കിടക്കുന്നത് കാണണം. 1. 2, ആന്റി ക്രൈസ്റ്റിന്റെ പ്രതിമ പ്രത്യക്ഷപ്പെടണം. ഇതിനാണ് ഈ പരിപാടി. ഇനിയൊന്ന് വായിച്ചേ. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസത്തേക്ക് ശവ അടക്കത്തിൽ 2 ശവം യെരുസലേമിന്റെ തെരുവീതിയിൽ വെടിയും കൊണ്ട് ചോരയെ ഒലിപ്പിച്ച് മൂക്കിൽ ഈച്ചയും പിടിച്ച് കിടക്കുന്ന ലോകം മുഴുവൻ കാണും. യേശുക്രിസ്തു പറയാൻ, നോക്കിക്കോ, എനിക്കെതിരായി വന്നാലുള്ള കളി ഇതാ. അന്ന് അവന്റെ പൗരന്മാരായോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പബ്ലിക് ഹോളിഡേയാ, സമ്മാനം കൊടുത്തയക്കും. എന്റെ ഭാഷ പറഞ്ഞാൽ 750 ml കുപ്പിയും കോഴിക്കാലും കഴിച്ചോണ്ടിരിക്കും. ഏതാ ഈ ശവം നടക്കുന്നത്? കമ്പ്യൂട്ടർ വഴിയും മൊബൈൽ വഴിയും കണ്ടോണ്ടിരിക്കും. അപ്പൊ വേറൊരു സംഭവം നടക്കും. തുടർന്ന് വായിച്ചേ. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. കണ്ട് നേരത്തെ രസിച്ചവന്റെ കുപ്പി താഴെ പോവും. എന്നാന്നറിയാവോ? ചത്ത് കിടക്കുന്ന 2 എഴുന്നേറ്റിരിക്കുന്നു. അതും അവര് കാണണം. ദൈവത്തിന്റെ നീതിയാ. അടുത്ത വാക്യം. ഇവിടെ കയറി വരുവിനെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നത് ഇവിടെ കയറി വരാൻ പറഞ്ഞു. അടുത്ത വാക്യം. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അടുത്ത വാക്യം. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ദൈവമക്കളെ, അപ്പോൾ ലോകത്തിന് മനസ്സിലാകും ആന്റി ക്രൈസ്റ്റിന് കിട്ടാൻ പോകുന്ന ആദ്യത്തെ ഷോക്കത. അവൻ ദൈവമാണെന്ന് പറഞ്ഞ നടന്നത്. ഇപ്പം അവൻ കൊന്ന 2 മേലോട്ട് പോകുമ്പോ ജനങ്ങൾക്ക് പറയും, ഇവനല്ല ദൈവം, ഇവനേക്കാൾ വലുത് വേറെ ഇവിടെ ഉണ്ട്. പിടികിട്ടിയോ? ഇനി എന്റെ വിഷയം 2 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കാം. എപ്പോൾ ഈ ശവം കിടക്കും? വായിക്കാം. 11:8. ടൈം കേട്ടോണം. ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു? വായിക്കാം. അവരുടെ വായിച്ചോ? അത് തന്നെ
11:8. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായ സോദോം എന്നും. മതി, നിങ്ങൾ ഞാൻ പറയുമ്പോ ചാട്ടാൻ നോക്കിക്കോണം. യെരുശലേമേ, ക്രൈസ്തവ ഗോളത്തിന് ഇത്രയും ഭക്തിയുള്ള ഒരു പട്ടണമില്ല. ക്രൈസ്തവ ഗോളത്തിന് തന്നെയല്ല, ഇസ്ലാം ലോകത്തിനും ഭക്തിയുള്ള ഒരു പട്ടണമാണ്. നമുക്ക് ക്രൈസ്തവ ലോകത്തിന്റെ എടുക്കാം. നമ്മളതിന് പറയുന്നത് വിശുദ്ധ നഗരം. അവിടെ എഴുതിയിട്ടുണ്ട് വിശുദ്ധ നഗരം. നമ്മുടെ കർത്താവിന്റെ അറസ്റ്റ്, ക്രൂശാരോഹണം, മരണം, പുനരുദ്ധാരണം, സ്വർഗാരോഹണം, ഇത്രയും സംഭവം നടന്ന പട്ടണമാണ് ഏത്? ജെറുസലേം. അറിയാമല്ലോ, നമ്മൾ പറയുന്നത്, എല്ലാവരും പറയുന്ന ഹോളി സിറ്റി. ഒരു ക്രിസ്ത്യാനി അവിടെ ചെന്ന് കാല് വെച്ചാൽ മേലോട്ടൊന്ന് നോക്കിയിട്ടേ അവൻ നടക്കത്തുള്ളൂ. കാരണം ഹോളി സിറ്റി. 2000 വർഷം മുമ്പേ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ 2 ശവം കിടക്കണമെങ്കിൽ ആ സിറ്റിക്ക് എന്തോ പേര് കിട്ടും? സോദോം. ആത്മീയമായി സോദോം എന്ന് ഈ സിറ്റിക്ക് പേര് കിട്ടിയാൽ ഈ ശവം കിടക്കും. എന്താണ് സോദോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. സോദോമ്യ ക്യാരക്ടർ, പുരുഷന്മാർ തമ്മിൽ സെക്സ്വൽ കണക്ഷൻ പുലർത്തുന്ന പ്രകൃതി വിരുദ്ധ സ്വഭാവത്തിന്റെ വേദപുസ്തക പേരാണ് സോദോം. ക്രൈസ്തവ ലോകത്തിന് ബഹുമാനമുള്ള യെരുശലേം പട്ടണത്തിന് സോദോം എന്ന് പേര് കിട്ടുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയെങ്കിൽ കഴിഞ്ഞ 2014 സെപ്റ്റംബർ 18 ഈ വാക്യം നിറവേറി. ഫ്ലൈ ചെയ്യുന്ന ഹെലികോപ്റ്ററിൽ പറക്കുന്ന പോലീസിന്റെ സാന്നിധ്യത്തിൽ യെരുശലേമിന്റെ തെരുവീതികളിൽ കൂടി ഒരു പരേഡ് നടന്നു. ആ പരേഡിന്റെ പേര് കേട്ടോണം, ജെറുസലേം ഗേ പരേഡ് 2014. 2000 ഈ സോദോമ്യ സ്വഭാവമുള്ള യുവാക്കന്മാർ പ്ലാക്കാർഡ് പിടിച്ചുകൊണ്ട് ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ ആ യുവാക്കന്മാർ എഴുതിയിരിക്കുന്ന ബോർഡ് കേട്ടോണം, ഈ വചനം നിവർത്തിക്കാനാ. വി ഓൾ ബിലോങ്സ് ടു ജെറുസലേം. ജെറുസലേം എന്ന വിശുദ്ധ നഗരം 2014 സെപ്റ്റംബർ, നിങ്ങൾ കമ്പ്യൂട്ടറിൽ അടിച്ചാൽ അത് കിട്ടും. ജെറുസലേം ഗേ പരേഡ് അടിച്ചോ, കിട്ടും, കയ്യിൽ കിട്ടും. 2014 ജെറുസലേം ഗേ പരേഡ് അടിച്ചു നോക്കിക്കോ. 2000 സോദോമ്യ സ്വഭാവമുള്ള പുരുഷന്മാർ ഞങ്ങൾ ജെറുസലേംകാരാന്ന് പറഞ്ഞ് ആ തെരുവീതിയിൽ കൂടി മാർച്ച് നടത്തിയെങ്കിൽ 2000 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് പറഞ്ഞു, കർത്താവ് കരഞ്ഞു, യെരുശലേമേ നിന്നെ നോക്കി ഞാൻ കരയുന്നു. ഹല്ലേലൂയ. യെരുശലേമേ, ഹല്ലേലൂയ. പ്രവാചകന്മാരെ കൊന്നവനേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കും പോലെ നിന്നെ ചേർപ്പാൻ എനിക്ക് സമ്മതമായിരുന്നു, നിനക്കോ സമ്മതമില്ല എന്ന് പറഞ്ഞ പട്ടണം പട്ടണമായെങ്കിൽ ഹല്ലേലൂയ, അവിടെ 2 സാക്ഷികൾ വീഴാനായി എടുക്കപ്പെടും. ഇനിയുണ്ട് തെളിവുകൾ. ഇതെല്ലാം നിയമം മാറ്റും. 25 ലോകത്തിൽ ഒരു നിയമമുണ്ട്. ഒരു ഗവൺമെന്റും പാസ്സാക്കാത്തത്, ഒരു മതവും പാസ്സാക്കാത്തത്, ഒരു സഭയും പാസ്സാക്കാത്തത്, കർത്തവരും വെളുത്തവരും തീവ്രവാദികളും കൊള്ളക്കാരും വിചാരികളും അനുവർത്തിക്കുന്ന നിയമം അല്ല. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന കേൾക്കണോ, ജന്മനാൽ മനോരോഗികൾ പോലും അനുവർത്തിക്കുന്ന ഒരു നിയമം, മനസ്സിന്റെ അകത്തുനിന്ന് വന്നൊരു നിയമമാണ്. മെന്റൽ പേഷ്യൻസിന് പോലും ആ നിയമം അവരനുസരിക്കുന്നു. ആ നിയമത്തിന്റെ പേരാ മോറൽ ലോ, ധാർമ്മിക നിയമം. മനുഷ്യനെ ദൈവത്തിന്റെ ശ്വാസത്തിൽ സൃഷ്ടിച്ചതിനാൽ അവന്റെ അകത്തുനിന്ന് വന്ന നിയമം എന്നാണെന്നറിയാവോ? ഒരപ്പന് മകളെ എങ്ങനെ തിരിച്ചറിയാം, ഒരമ്മയ്ക്ക് മകനെ എങ്ങനെ കണ്ടുപിടി കാണാം. ആ നിയമം 2009 മുതൽ മാറിക്കഴിഞ്ഞു. കേരളം മുതൽ അമേരിക്ക വരെ ഈ പരിപാടി നടക്കുന്നത്. എങ്ങനെ പിതാക്കന്മാർ സ്വന്തം മക്കളെ ഗർഭിണികളാക്കുന്നു. അതിന്റെ നിഴല ഡിസംബർ 25 ക്രിസ്മസാ.
1-ാം തീയതി സ്റ്റാർ തൂങ്ങി പ്രഖ്യാപനം വരുന്നത് പോലെ ഇത് സാത്താൻ പറയും ഭരിക്കുമ്പോൾ ഭാര്യയും മക്കളും അമ്മയും പെങ്ങളും ഒന്നും ആവശ്യമില്ല, ആർക്കും ആരെയും വിവാഹം കഴിക്കാം. ആ നിയമമാണ് അവൻ മാറ്റും. അതിനു മുമ്പ് വിശുദ്ധൻ ഇവിടെ കാണത്തില്ല. എന്റെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ ഗതികേടിൽ വീഴാതിരിക്കാൻ എന്റെ പ്രിയൻ ഈ തലമുറയിൽ വന്ന്, എന്റെ പ്രിയൻ വന്ന് കർത്താവിന് ഹല്ലേലൂയ നമ്മളെ എടുക്കുക. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. 10 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. ആരും പോകരുത്. എല്ലാവരും അനുസരണമുള്ളവരാ. വെറും 5 മിനിറ്റേ ഉള്ളൂ. ഈ 5 മിനിറ്റ് പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ പോവുക. ഈ 5 മിനിറ്റ് എന്റെ നിങ്ങളുടെ ആത്മീയ റിസൾട്ട് കിട്ടാൻ പോവുക. ഒരു കുഞ്ഞു പോലും പോകരുതേ. ഞങ്ങൾ നീട്ടത്തില്ല. വെറും 5, ഇനി 10 മിനിറ്റ് ഉണ്ട്. ഞാൻ 5 മിനിറ്റ് നിർത്തി. എല്ലാ